യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വികാരങ്ങളൊന്നും തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. അത് എത്ര നല്ല വികാരമായാലും ശരി, ചീത്ത വികാരമായാലും ശരി, വികാരങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യും. അതുമാത്രമല്ല, വികാരങ്ങൾ നമ്മളെ തളർത്തുകയും ചെയ്യും. നല്ല വികാരവും തളർത്തും, ചീത്ത വികാരവും തളർത്തും. വികാരങ്ങൾ നമ്മളെ ബലക്ഷയം ഉണ്ടാക്കും. വികാരങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടാതെ ഒരു പൂർണ്ണതയുടെ അനുഭവം, വിച്ഛിത്തിയില്ലാത്ത പൂർണ്ണതയുടെ അനുഭവം, രണ്ട് ഉണ്ട് എന്നുള്ള അനുഭവം, രണ്ട് ഉണ്ട് എന്നുള്ളതില്ലാത്ത അനുഭവം, അവിഛിന്നമായ ബോധസ്ഫൂർത്തി, അതിനെയാണ് ഋഷികൾ സഹജ നിർവികൽപ്പസ്ഥിതി എന്ന് പറയണത്. ഒരു ധ്യാനം പോലെയല്ല, വ്യവഹരിക്കുമ്പോ തന്നെ ഉള്ള ധ്യാനം. എന്തൊക്കെ വ്യവഹരിച്ചാലും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു ധ്യാനം. അത് എന്തിനെങ്കിലും ധ്യാനിക്കലുമല്ല, നമ്മളല്ലാത്ത സകല വസ്തുക്കളും വിട്ടുപോയി നമ്മളുടെ സ്വസ്വരൂപം പ്രകാശിക്കുന്ന സ്ഥിതിയെയാണ് ഇവിടെ സഹജസ്ഥിതി എന്ന്. അല്ലാതെ എന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് വിഷയമായിട്ടുള്ള ധ്യാനമല്ല. നമ്മളല്ലാത്തതൊക്കെ നമ്മളെ വിട്ടുപോയാൽ ബാക്കി നിൽക്കുന്നത് എന്തോ അത് നമ്മളുടെ സ്വരൂപം. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തുന്നത് അതിൽ എഫേർട്ടുണ്ട്, പ്രയത്നമുണ്ട്. ഒരു പ്രയത്നവുമില്ലാത്ത എഫേർട്ട്ലെസ് സ്റ്റേറ്റ്, ഒരു പ്രയത്നവുമില്ലാത്ത അങ്ങനെ ഒരു സ്ഥിതിയെ ശാശ്വതമായിരിക്കാൻ ഒക്കുകയുള്ളൂ. പ്രയത്നം കൊണ്ട് പിടിച്ചു നിർത്തുന്ന എന്ത് വികാരമായാലും എന്ത് അനുഭവമായാലും പ്രയത്നം വിട്ടാൽ അത് പോയി പോകും. അതിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളും? ഒന്നിനും വയ്യാതെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയത്നിക്കാൻ പറ്റുമോ? അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ ഇനിയിപ്പോ സ്ഥിരപ്രജ്ഞ ലക്ഷണത്തിലും ഭഗവാൻ പറയാൻ പോകുന്നു, അർജുന, ബ്രാഹ്മീ സ്ഥിതി എന്നൊന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പെങ്കിലും അത് സ്വന്തമാക്കിക്കൊള്ളണം എന്നാണ്. എന്നാൽ പിന്നെ നഷ്ടമാവുകയേ ഇല്ല. അതിനെയാണ് ഭഗവാൻ ഇവിടെ സഹജസ്ഥിതി എന്ന് പറയുന്നത്. ആ സഹജസ്ഥിതി ഒരിക്കലും വരുകയോ പോവുകയോ ചെയ്യുന്നില്ല, അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഒരു കർമ്മം കൊണ്ടും അത് ബാധിക്കപ്പെടുന്നില്ല. കർമ്മണാ നോ വർദ്ധത്തെ നോ കനീയാൻ. ശ്രുതി തന്നെ പറയുന്നത്, നല്ല കർമ്മങ്ങൾ കൊണ്ടത് വർദ്ധിക്കുകയോ ചീത്തകർമ്മങ്ങൾ കൊണ്ടത് കുറഞ്ഞു പോവുകയോ കർമ്മസ്പർശം ഒന്നുമില്ലാത്ത പൂർണ്ണാനുഭവസ്ഥിതി. അതിനെയാണ് ഭഗവാൻ ഇവിടെ സഹജസ്ഥിതി എന്ന് പറയണത്. ആത്മനഃ സഹജാസ്ഥിതി, അതായത് ആത്മാനുഭവം പ്രകാശിക്കുന്ന സ്ഥിതി. അതിനെ ഒരു സാധന എന്നോണം ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പ്രതീതി, ആ പ്രതീതിക്ക് മുകളിലാണ് പ്രപഞ്ചാനുഭവം. അരുണാചല പഞ്ചരത്നം എന്നൊരു കൃതിയുണ്ട്. അതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഹേ അരുണാചല, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ തോന്നി അങ്ങയിൽ നിന്ന് അങ്ങയിൽ ലയമാകുന്നു. ത്വയി അരുണാചല സർവം ഭൂത്വ സ്ഥിത്വ പ്രലീനം. എന്നിട്ട് അതിപ്പോ ഒരു മലയിലാണ് തോന്നിയിട്ട് മലയിൽ നിന്ന് ലയമാവണു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ആ മലയുടെ പുറമേക്കുള്ള സ്വരൂപത്തിനെ വർണ്ണിച്ചിട്ട് പിന്നെ പറയാണ്, ഏത ചിത്രം ഹൃദി അഹം ഇതി ആത്മതയാ നൃത്യസി ഭോഹോ തേ വദന്തി ഹൃദയം നാമ. ഹൃദയത്തിൽ ഹൃദി അഹം ഇതി ആത്മതയാ നൃത്യസി ഭോഹോ.
എന്റെ ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്നിവണ്ണം എന്റെ അന്തരാത്മാവായി അവിടുന്ന് തിരുനടനം ചെയ്യുന്നു. ആ നടനമാണ് ചിദംബര നർത്തനം എന്ന് പറയുന്നത്. സഭാപതിയുടെ നടനം, ചിദംബരത്തിലുള്ള നടനം എന്ന് വെച്ചാൽ ചിദാകാശത്തിലുള്ള ശുദ്ധമായ ബോധസ്ഫൂർത്തിയുടെ അനുഭവം. ആ ബോധസ്ഫൂർത്തിയിലാണ് മനസ്സ് ഉദിച്ച് പ്രപഞ്ചത്തിനെ പ്രകാശിപ്പിച്ച് നിർത്തി ലയിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ അനുഭവമാണ്. മനസ്സ് പൊന്തുമ്പോ പ്രപഞ്ചം തോന്നുന്നു, മനസ്സ് ലയിക്കുമ്പോ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. തേ വദന്തി ഹൃദയം നാമ, അങ്ങയ്ക്ക് ഹൃദയം എന്ന് തന്നെ പേര്. അപ്പൊ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അഹമിതി തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധാത്. ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ, ഞാൻ എന്നുള്ളത് ഇപ്പോ അഹങ്കാരം രൂപത്തിലുള്ള ഒരു ഞാനുണ്ടല്ലോ, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അനുഭവം. ആ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ, എന്നുവെച്ചാൽ അത് എവിടെ പൊന്തുണു, അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കണു എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, മൂലം എന്ന് വെച്ചാൽ അത് പൊന്തിയ സ്ഥലം, അത് ഉദിക്കുന്ന സ്ഥാനം. അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ തന്നെയാണ് പ്രാണനും ഉദിക്കുന്നത്. പുറത്തേക്ക് വിടുന്ന അപാനനും അകത്തേക്ക് എടുക്കുന്നത് പ്രാണനും. ആ പ്രാണാപാനന്മാര് എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൽ നിന്ന് ഉദിക്കണു എന്ന് കാണാറാകും. അവിടെ തന്നെയാണ് ഈ അഹങ്കാരവും ഉദിക്കുന്നത്. രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അഹങ്കാരത്തിന്റെ രൂപം തന്നെ മനസ്സ്, മനസ്സിന്റെ സ്ഥൂലരൂപമാണ് പ്രാണൻ, പ്രാണന്റെ മനസ്സിന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്, പ്രാണന്റെ സൂക്ഷ്മരൂപമാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മരൂപമാണ് വ്യക്തിബോധം. ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള അനുഭവം. അപ്പൊ ഈ വ്യക്തിബോധത്തിനെ എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ, മൂലാന്വേഷണം ചെയ്താൽ അത് ഉദിക്കുന്ന സ്ഥലത്ത് ചെന്ന് ലയിക്കും എന്നാണ്. തസ്മിൻ വിനഷ്ടേ, അത് മൂലത്തിൽ ചെന്ന് ലയിച്ചു കഴിയുമ്പോ യുഷ്മദ് അസ്മദ് മതി വർജിത ഏകാസ്ഥിതി ജ്വലന്തി. ജ്വലന്തി എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു. എന്ത് പ്രകാശിക്കുന്നു? യുഷ്മദ് അസ്മദ് മതിവർജിത ഏകാസ്ഥിതി. നീ ഞാൻ എന്നുള്ള ഈ ഭേദമില്ലാത്ത അദ്വയമായിട്ടുള്ള ഒരു ബോധസ്ഥിതി അവിടെ പ്രകാശിക്കണു. അത് അരുണാചൽ അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ ഈ ഒരു സ്ഥിതിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട്. നീ നാൻ അരപ്പുലി നിതം കലിമയമായി നിன்றிടും നിലൈ അരുൾ അരുണാചല. നീ ഞാൻ എന്നുള്ള ഭേദം പോയി അഖണ്ഡ ചിദാകാശസ്വരൂപമായി നിൽക്കുന്ന സ്ഥിതി തന്നരുളുക. ആചാര്യസ്വാമികളും ഈ സ്ഥിതിയെ ഗോവിന്ദ ഭഗവത് പാദരോട് പറയുന്നു. ശങ്കരൻ 8 വയസ്സ് കുട്ടി 3 മാസം കാലടിയിൽ നിന്ന് നടന്ന് മധ്യപ്രദേശില് ഓംകാരേശ്വര ചെന്നപ്പോ ഗോവിന്ദ ഭഗവത് പാദർ ഒരു ഗുഹയിലിരിക്കായിരുന്നു അത്രേ. ആ ഗുഹയിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ പോയാൽ അതിന് ചുവട്ടിൽ ഗോവിന്ദ ഭഗവത് പാദ ഗുഹ എന്നിട്ടുണ്ടാവും. ചിലരുടെ അഭിപ്രായം കുറച്ച് അകലെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലാണ് മറ്റൊരു ഗുഹയുണ്ട്, അവിടെ വെച്ചാണ് കണ്ടത് എന്നൊക്കെ കഥ. ഏതായാലും അവിടെ ചെന്നപ്പോ ഗോവിന്ദ ഭഗവത് പാദർ ഈ കുട്ടിയോട് ചോദിച്ചു എന്നാണ്, കുഞ്ഞെ നീ ആരാണ്? തന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്ത പ്രിയം തോന്നുന്നു, സന്തോഷം തോന്നുന്നുവല്ലോ. കസ്ത്വം ബാല മമ ഹൃദി രതിഹി കാചിത് ആനന്ദമൂർച്ഛ. തന്നെ കാണുമ്പോ എനിക്കൊരു ആനന്ദമൂർച്ഛ ഉണ്ടാവുന്നു, നീ ആരാണ്? അപ്പോഴാണ് പ്രസിദ്ധമായ ദശശ്ലോകി. ദശശ്ലോകി അഥവാ നിർവാണ ദശകം എന്നുള്ള പ്രസിദ്ധമായ കൃതി. ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന മാതാ പിതാ വാ ന ദേവാ ന ലോകാ ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാത് തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം. ഈ ദശശ്ലോകിയില്
സഹജസ്ഥിതിയെക്കുറിച്ച് പറയുന്നു. ന ശാസ്താ ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ചഃ സ്വരൂപാവബോധാത് വികൽപ്പാസഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. പഠിപ്പിക്കുന്ന ആളില്ല, പഠിക്കുന്ന കുട്ടിയില്ല, അങ്ങില്ല, ഞാനില്ല, ഈ കാണപ്പെടുന്ന പ്രപഞ്ചാനുഭവമില്ല. രണ്ടാമതൊന്നിനെ ഇരുത്തിപ്പൊറുപ്പിക്കാത്ത അഖണ്ഡ ബോധാനുഭവസ്വരൂപമായ ശുദ്ധ ശിവമാണ് ഞാൻ. ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ച ത്വം ന ച അഹം ന ച അയം പ്രപഞ്ചഃ സ്വരൂപ അവബോധാത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ അഖണ്ഡബോധാനുഭവമായി പ്രകാശിക്കുന്നു. രണ്ടില്ലാത്തതായ ശുദ്ധ ചിദാകാശമായി പ്രകാശിക്കുന്നു. വികൽപ്പ അസഹിഷ്ണു. രണ്ടാമതൊന്നിനെ സഹിക്കില്ല എന്നാണ്. രണ്ടാമതൊന്നിനെ ഇരുത്തിപ്പൊറുപ്പിക്കാത്ത അനുഭവസ്വരൂപം. വികൽപ്പ അസഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. ആ സ്ഥിതിയിൽ അവശേഷിക്കുന്നതായ ശുദ്ധപ്രജ്ഞയാണ് ഞാൻ. ആ അനുഭവസ്ഥിതിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. തദ്യുഷ്മദോർ അസ്മതി സംപ്രതിഷ്ഠ. ഞാൻ എന്നുള്ളതിലാണ് നമ്മുടെ അനുഭവം മുഴുവൻ. ഞാൻ എന്നുള്ളതും ഇതം എന്നുള്ളതുമായിട്ട് തിരിക്കാം. ഞാൻ എന്നുള്ളതും പിന്നെ ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചവും. ഈ പ്രപഞ്ചത്തിനെ അനുഭവിക്കാൻ ഒരു ഞാൻ ഇല്ലെങ്കിൽ പ്രപഞ്ചാനുഭവം എങ്ങനെ അറിയും? ഇപ്പൊ ഈ മൈക്ക് ഉണ്ട് എന്ന് പറയണു. ആര് പറയണു? മൈക്കിന് സ്വയം മൈക്ക് ഉണ്ട് എന്ന് മൈക്ക് പറയില്ല. ഒരു ബോധ സ്വരൂപനായ ഒരാൾ ഇരുന്നു കൊണ്ട് വേണം പറയാൻ ഈ മൈക്കുണ്ടെന്ന്. ജഡപദാർത്ഥങ്ങൾക്ക് സ്വയമേവ അസ്തിത്വമില്ല. ചൈതന്യമുള്ള ഒന്ന് അതിനെ ഗ്രഹിക്കുമ്പോഴേ അതിന് അസ്തിത്വമുള്ളൂ. സ്വയം ബോധസ്വരൂപനായ ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന എനിക്ക് പ്രപഞ്ചം തോന്നുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എവിടെയാണ്? അനുഭൂതി സ്വരൂപമായ എന്നിൽ. അപ്പൊ അനുഭൂതിയുടെ മുഴുവൻ ഉറവിടം എവിടെ ഉണ്ട്? അസ്മതി സംപ്രതിഷ്ഠ. ഞാൻ ഉണ്ട് എന്നുള്ളതിലുണ്ട്. അപ്പൊ ഈ ഞാൻ എന്താണ് എന്ന് നിരന്തര അന്വേഷണത്തിലൂടെ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് അന്വേഷിച്ചാൽ അഹങ്കാരമോ ഇതംകാരമോ മറ്റുള്ളവരോ ഒന്നും തന്നെ ഇല്ലാത്തതായി സാക്ഷാതായ അപരോക്ഷമായി ബ്രഹ്മം അകമേക്ക് പ്രകാശിക്കും. ഇതല്ലാതെ വേറെ ഒരു സാധനയില്ല എന്ന് മഹർഷി പറയും. ഏത് സാധന ചെയ്താലും അവസാനം ഇവിടെ വരണം. ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാനെ, വൈകുണ്ഠത്തില് പോനാ എന്നാ കിടക്കും? വൈകുണ്ഠത്തിൽ പോയാൽ എന്ത് കിട്ടും? അപ്പൊ മഹർഷി പറഞ്ഞു, വൈകുണ്ഠത്തില് പോനാ പെരുമാൾ ആദിശേഷനിൽ പെടുത്തിണ്ടിരുപ്പാർ. വൈകുണ്ഠത്തിൽ വിഷ്ണു ആദിശേഷനിൽ കിടക്കണുണ്ടാവും. നിങ്ങൾക്കൊക്കെ ആ സന്നിധിയിൽ ചെന്ന് ഇരിക്കാം. അപ്പൊ എന്ത് കിട്ടും എന്ന് ചോദിച്ചു ഈ ഭക്തൻ. വിഷ്ണുവിന്, ഭഗവാന് നിങ്ങളോട് വളരെയധികം പ്രിയം തോന്നും. അത് തന്നെ വലിയ ലാഭം. പ്രിയം തോന്നിയാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങളോട് വളരെയധികം ഭഗവാന് പ്രിയം തോന്നിയാൽ നിങ്ങളെ അടുത്ത് വിളിച്ച് ഞാൻ ആരാണെന്ന് വിചാരം ചെയ്തു നോക്കൂ എന്ന് പറയും. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല എന്നൊക്കെ ഉപദേശിച്ച് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് ഗീതയിലും ഭഗവാൻ അർജുനനോട് വളരെ പ്രിയം തോന്നിയപ്പോ ഭക്തോസിമേ സഖാ ചെയ്ത്, നീ എനിക്ക് ഭക്തനും സഖാവുമായതുകൊണ്ട് തനിക്ക് ഞാനിതാ ഈ തത്വം ഉപദേശിക്കുന്നു. ഉദ്ധവരോട് വളരെ പ്രിയം തോന്നിയപ്പോഴും ഭഗവാൻ അത് തന്നെ ചെയ്തു. ഗോപസ്ത്രീകളോട് വളരെ പ്രിയം തോന്നിയപ്പോഴും ഭഗവാൻ അത് തന്നെ ചെയ്തു. അപ്പോ പ്രിയം തോന്നിയാൽ ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിത്തെ. ഗീതയിൽ തന്നെ ഭഗവാൻ പറയണു, എനിക്ക് ആരോട് പ്രിയം തോന്നുന്നു, ആർക്ക് എന്നോട് പ്രിയം തോന്നുന്നു, അവർക്ക് ഹൃദയത്തിലിരുന്ന് ഞാൻ ഈ ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കും. ജ്ഞാനദീപേന ഭാസ്വത എന്നാണ്. ഈ എന്തൊക്കെ എവിടെയൊക്കെ ചുറ്റിയാലും അവസാനം തന്നിലേക്ക് വരേണ്ടി വരും. തമിഴിലൊരു ചൊല്ലുണ്ട്, ചുങ്കച്ചാവടി തപ്പാത് എന്നാണ്. ചുങ്കച്ചാവടി എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കള്ളക്കടത്തൊക്കെ നടത്തുമല്ലോ. അങ്ങനെ ഒരു കാളവണ്ടിക്കാരൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാളവണ്ടി വേറെ ഏതൊക്കെയോ വഴിക്ക് ഓടിച്ചു അത്രയും. അവസാനം എന്തായിന്ന് വെച്ചാൽ
ഈ വണ്ടിയിലും അവരുടെ ഒരു ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണതാണ്. രാത്രിയൊക്കെ ആയിരിക്കും പലപ്പോഴും യാത്ര. അടുത്ത കാലം വരുമ്പോ ഞങ്ങളുടെ അവിടെയൊക്കെ ധാരാളം വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ സമ്പ്രദായം നമുക്ക് കാണാം. ഇപ്പൊ ഒക്കെ പോയിരിക്കണം. വണ്ടിയുടെ ചോട്ടിൽ ഒരു റാന്തൽ വിളക്ക് തൂക്കിയിട്ടിട്ട് രാത്രിയായാൽ അവരാ കാളയുടെ കയറ് വണ്ടിയുടെ ഈ വശങ്ങളിലുള്ള കോലിൽ കെട്ടിയിട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും പുതച്ച്. കാളയ്ക്ക് അറിയാം എങ്ങടാ പോണ്ടത്. ഈ ബസ് ഓടിക്കണ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നടന്നോളും, അത് വീട്ടിൽ കൊണ്ടാക്കിക്കോളും. അതാണ് സമ്പ്രദായം. അപ്പൊ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇയാള് കാളവണ്ടി ഏതൊക്കെയോ വഴിക്ക് ഓടിച്ചു. എന്നിട്ട് ഉറങ്ങിപ്പോയി പതിവ് പോലെ അറിയാതെ. കാളയ്ക്ക് ഒരു വഴിയേ അറിയുള്ളൂ. ഇയാള് ഉറങ്ങി എണീക്കുമ്പോ ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ നിൽക്കണം. അതെങ്ങനെ? അതാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. എന്താന്ന് വെച്ചാൽ എവിടെയൊക്കെ ചുറ്റിയാലും വട്ടത്തിരിഞ്ഞാലും അവസാനം ഞാൻ ബാക്കി നിൽക്കണമല്ലോ. എന്ത് ചെയ്യും ഇതിനെ? എല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും ഈ ആളവിടെ നിൽക്കണു. അയാളെ പരിഹരിക്കണമല്ലോ, ഈ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കണമല്ലോ. അപ്പോഴാണ് തദ്യുഷ്മതോർ അസ്മതി സംപ്രതിഷ്ഠ. അതാണ് മഹർഷി പലരോടും പറഞ്ഞു. ഒരു ഭക്തൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു സായിപ്പാണ്, ഫോറിനർ. അയാൾ പറഞ്ഞു, എനിക്ക് ശിവന്റെ ദർശനം കിട്ടി. എന്റെ മുമ്പിൽ ത്രിശൂലധാരിയായിട്ട് ശിവൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നല്ല സുഖമായിരുന്നു ആ ദർശനം. വീണ്ടും എനിക്ക് അതേപോലെ ശിവദർശനം കിട്ടാൻ എന്താണ് വഴി? അപ്പൊ മഹർഷി പറഞ്ഞു, ശിവൻ ബോധസ്വരൂപനാണ്. നിങ്ങൾ കണ്ട ശിവന്റെ ദർശനമുണ്ടല്ലോ, അത് ശാശ്വതമായിരുന്നുവോ? ഇല്ല, കുറച്ചുനേരം ഉണ്ടായിരുന്നു, മറഞ്ഞുപോയി. ആ ശിവരൂപം ദർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു. ശിവരൂപം മറഞ്ഞ ശേഷം എന്തുണ്ട്? ഞാനുണ്ട്. ശിവനെ ആര് ദർശിച്ചു? ഞാൻ കണ്ടു. ഒരു കാലത്തും ബാധിക്കാതെ നിങ്ങൾക്ക് അനുഭവത്തിലുള്ള ഞാൻ എന്നൊരു അനുഭവമുണ്ട്. ആ ബോധത്തിലാണ് ശിവനാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി വരികയും പോവുകയും ചെയ്യുന്നത്. ആ ബോധസ്വരൂപനാണ് ശിവൻ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അങ്ങനെയാണ് ആചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തിയെ പറയണത്. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ. അഹമഹമെന്ന് അനുഭവപ്പെടുന്നു, അസ്തിത്വമായി സച്ചിദാനന്ദമായി. അപ്പോ അകമേ ശാശ്വതമായി അനുഭവപ്പെടുന്ന ആ ശിവരൂപത്തിനെ വിചാരം ചെയ്ത് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിവദർശനം നഷ്ടപ്പെടുകയേയില്ല. ദർശനങ്ങളൊക്കെ തന്നെ ദ്രഷ്ടാവിനെ ആശ്രയിച്ചിരിക്കണം. എല്ലാ ദർശനങ്ങളും വരികയും പോവുകയും ചെയ്യും. ഭാഗവത വ്യാഖ്യാതാവായിട്ടുള്ള ഹിന്ദിയിൽ വളരെ പ്രസിദ്ധമായ ഭാഗവതം അഖണ്ഡാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം. അദ്ദേഹത്തിന്റെ ഗുരുവിനെ പൂർണ്ണാനന്ദ സ്തവം എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നു, വൈകുണ്ഠ കേനദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തേ. വൈകുണ്ഠത്തിനെ ആര് കണ്ടിട്ടുണ്ട്? അഥവാ കണ്ടിട്ടുണ്ട് എന്ന് പറയണവർക്കും സ്വപ്നവദ്ഭാതി ചിത്തേ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ സ്വപ്നം കാണപ്പെടുന്ന പോലെ വന്നിട്ട് പോകുന്നു. യോഗികൾ പറയുന്ന ഈ ജഡസമാധി, നിർവികൽപ്പ സമാധി മുതലായ അനുഭവങ്ങളും സുഷുപ്തി പോലെ കുറച്ചു നേരത്തേക്ക് ലയമായി ഒരു സുഖത്തിനെ കൊടുത്തിട്ട് മറഞ്ഞു പോകുന്നു. സദാ ഒരിക്കലും മറയാത്ത അനുഭവമായി എല്ലാ അനുഭവത്തിനു പുറകിലും സംഗീതത്തിൽ പാട്ടുകൾ മാറി മാറി വരുമ്പോഴും രാഗവും താളവും മാറി മാറി വരുമ്പോഴും മാറാതെ നിൽക്കുന്ന ശ്രുതി പോലെ അധിഷ്ഠാനമായി ഞാൻ 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 എന്ന് അനുഭവപ്പെടുന്ന പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്. ആ പൂർണ്ണമായ ബ്രഹ്മം കിട്ടിയിരിക്കുമ്പോ മറ്റൊരു വസ്തുക്കളെ അന്വേഷിച്ചു പോകണോ? ഇങ്ങനെ ഒരു വസ്തു കിട്ടിയിരിക്കുമ്പോ, അപരോക്ഷമായി സിദ്ധിച്ചിരിക്കുമ്പോ പുറമേക്ക് എന്തിന് മറ്റൊരു വസ്തുവിനെ അന്വേഷിച്ചു പോകണം എന്ന് എനിക്ക് ഉപദേശിച്ച ആ ഗുരുവിന് നമസ്കാരം. എന്നുവെച്ചാൽ എല്ലാ അനുഭവങ്ങളും ഈ ഒരു സെന്ററിൽ വേണം ഉണ്ടാവാൻ. ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് ഈ സെന്റർ നമുക്ക്. അത് ദിവ്യമാണ്, അത് പൂർണ്ണമാണ്, അത് ശാശ്വതമായ ഈശ്വര സ്വരൂപമാണ്, ഭഗവത് സ്വരൂപമാണ്.
അത് രണ്ട് എന്നുള്ളതിനെ ഇരുത്തിപ്പൊറപ്പിക്കാത്തതാണ്. അഹങ്കാരം ആ ബോധത്തിനെ കണ്ടാൽ അതോടുകൂടെ അഹങ്കാരം ഇല്ലാതായിട്ട് തീരും. പ്രപഞ്ചത്തിലുള്ള സകല ദുഃഖങ്ങളുടെയും പരിഹാരം അവിടെ കണ്ടെത്താൻ പറ്റും, അവിടെയേ കണ്ടെത്താൻ പറ്റുള്ളൂ. മാത്രമല്ല ആ ഒരു കണ്ടെത്തൽ ശാശ്വതമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സഹജാസ്ഥിതി എന്ന് ഭഗവാൻ പറയുകയും ചെയ്തത്. എന്നുവെച്ചാൽ അതിനുശേഷം പിന്നെ എന്തൊക്കെ തന്നെ ചെയ്താലും ആ അനുഭവം വിട്ടുപോവാതെ തുടർന്നുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ അഭ്യസിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും. ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസസും എന്തെങ്കിലും ഒരു അഭ്യാസത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. വസിഷ്ഠൻ പറയുന്നു, രാമാം, എല്ലാ കലകളും, സംഗീതം, നൃത്തം മുതലായിട്ടുള്ള കലകളൊക്കെ തന്നെ കുറച്ചു കാലം അഭ്യസിച്ചിട്ടില്ലെങ്കിൽ വിട്ടുപോകും. സർവാപ്യേവ കലാജന്തോഹോ അനഭ്യാസേന നശ്യതി. പക്ഷെ ഈ ജ്ഞാനമാകുന്നതുണ്ടല്ലോ, ഈയം ജ്ഞാനകല, ഈ ജ്ഞാനത്തിനെ ഒരു കലയായിട്ട് പറഞ്ഞു. സകൃജാത, ഒരിക്കലത് ഉദിച്ചു കഴിഞ്ഞാൽ അഭിവർദ്ധതേ എന്നാണ്. അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ പുതിയ വാസനകൾ ഉണ്ടാകാൻ അത് അനുവദിക്കുകയുമില്ല. വാസനകൾ ഉള്ളത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ ബോധം തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അതാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ ഒരു ജീവന്റെ മേലെ വീണു കഴിഞ്ഞാൽ പിന്നീട് ആ ജീവൻ പുലിയുടെ വായിൽപ്പെട്ട ഒരു മാനിനെ പോലെയാണെന്നാണ്. അത് വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് ആ ജീവൻ രക്ഷിക്കപ്പെടും എന്നല്ലാതെ വീണ്ടും സംസാരത്തിൽ പെടില്ല എന്നുള്ളതിന് വേറൊരു വിധത്തിൽ പറയാണ്, പുലിയുടെ വായിൽപ്പെട്ട മാൻ തന്റെ സ്വാതന്ത്ര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ ജീവൻ ആത്മാവിന്റെ ആ ഒരു ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ബോധത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവന് തിരിച്ച് മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് വരാൻ ഒക്കുകയില്ല. കുറച്ചു കാലത്തേക്ക് പഴയ ഉപദ്രവങ്ങൾ ഉണ്ടാവും, എങ്കിലും അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് മഹർഷി ഭക്തിയുടെ ഭാഷയിൽ അക്ഷരമണമാലയിൽ പറഞ്ഞു, ഹേ അരുണാചലാം, ഞാൻ അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ അങ്ങയുടെ വലയിൽ കുടുങ്ങിയെന്നാണ്. അരുണയെன்று எண்ணயான் அருள் கண்ணிப்பட்டேன் உன் அருள்வலை தப்புமோ അരുണാചല. അരുണൈ என்று എണ്ണ, അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ, അരുണാചലം എന്ന് സ്മരിക്കൽ എന്താണ്? ഈ ആത്മസ്മൃതിയാണ്. നല്ലവണ്ണം അറിഞ്ഞോളണം. മഹാത്മാക്കൾ പറയുന്ന വാക്കുകളെ സ്ഥൂലമായി എടുക്കരുത്. ഭഗവാൻ തന്നെ പറഞ്ഞുവല്ലോ, അഹമിതി ഹൃദി നിത്യസിഭോഹോ, ഹൃദയത്തിൽ ഞാൻ എന്ന് അവിടുന്ന് നർത്തനം ചെയ്യുന്നു. അപ്പൊ അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ ഞാൻ ആ വലയിൽ പെട്ടു എന്നാണ്. ആ വലയോ എങ്ങനെയുള്ള വല? ചിന്തിത്ത് അരുൾപ്പെട ചിലന്തി പോൽ കട്ടി ചിറയിട്ട് ഉണ്ടനൈ അരുണാചല എന്നാണ്. നല്ലൊരു ചിലന്തി വല കെട്ടുന്ന പോലെ, ഒരു എട്ടുകാലി വല കെട്ടുന്ന പോലെ കൃപയാകുന്ന വല വിരിച്ച് ഈ ജീവനെ വേണമെന്ന് വെച്ചാൽ പോലും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അതിൽ കുടുക്കി ഈ എട്ടുകാലി പ്രാണിയെ വിഴുങ്ങിക്കളയുന്ന പോലെ ആ ഭഗവാൻ ഈ ജീവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. ചിന്തിത്ത് അരുൾപ്പെട ചിലന്തി പോൽ കട്ടി ശിറയിട്ട് ഉണ്ടന്. ശിറയെന്ന് വെച്ചാൽ ഇംപ്രിസൺമെന്റ്, പ്രിസൺ, ജയിലിൽ കൊടുക്കണ പോലെ കൃപയുടെ വലയുടെ അകത്ത് കുടുക്കിയെന്നാണ്. എന്നുവെച്ചാൽ ഇതിന് മഹർഷി സാധനാപരമായി ഒരിടത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തു. ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് നിരന്തര പരിശ്രമം ചെയ്യുന്ന ഒരു സാധകൻ, മനസ്സിനെ ഞാൻ ആരാന്നുള്ള പുസ്തകത്തിൽ മഹർഷി അതിന് മാർഗം പറയുന്നു. എത്ര വിചാരങ്ങൾ അകമേക്ക് ഉദിക്കുകയാണെങ്കിലും ആ വിചാരങ്ങളുടെ ഒന്നിന്റെയും തന്നെ അവസാനം കാണാൻ ശ്രമിക്കാതെ ഈ വിചാരങ്ങളൊക്കെ ആർക്ക് വരണു എന്നൊരു ചോദ്യം അകമേക്ക് ഉദിപ്പിച്ചാൽ എനിക്ക് വരണു എന്ന് തോന്നും. എനിക്ക് വരുന്നു, എനിക്ക് വിചാരം വരുന്നു, എനിക്ക് പ്രശ്നങ്ങൾ, എന്റെ ജീവിത പ്രശ്നങ്ങൾ എന്നൊക്കെ തോന്നുമ്പോ ഈ ഞാൻ 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 എന്നുള്ള ചലനത്തിനെ ശ്രദ്ധിച്ചാൽ കാണാം അത് ഹൃദയത്തിലാണ് പൊന്തണത് എന്ന് കാണാം. ആ ഹൃദയസ്ഥാനത്തിൽ ഈ ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് മനസ്സ് ആഴ്ന്ന അകമേക്ക് മുങ്ങുമ്പോ പിടികിട്ടാതെ ഈ അഹങ്കൃതി ഹൃദയത്തിൽ ലയിക്കും. അവിടെ അത് ലയിച്ച സ്ഥാനത്ത് മറ്റൊന്ന് താനായി പ്രകാശിക്കും. എന്നുവെച്ചാൽ അവിടെ നിന്നും മറ്റൊരു കൃപാശക്തി അവിടെ നിന്നും പൊന്തി
ഈ അന്തർമുഖമായ മനസ്സിനെ ഹൃദയസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും. ആ ശക്തി ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൊണ്ടുപോകും. രുക്മിണി അല്പം ഒരു സന്ദേശം ഭഗവാൻ ഒരു പ്രാർത്ഥന കൊടുത്തപ്പോ ഭഗവാൻ രുക്മിണിയെ കുണ്ടിലപുരത്തിൽ വന്ന് പിടിച്ചുകൊണ്ടുപോയ പോലെ. ഇതൊക്കെ സിംബോളിക്കാണ്. അതുപോലെ ഈ ജീവൻ അന്തർമുഖമായി ഒരു ശ്രദ്ധ പതിപ്പിച്ചാൽ മതി, അകമേ നിന്നുള്ള കൃപാശക്തി ഈ ജീവനെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. യമേവൈഷ വൃണുതേ തേന ലഭ്യ. അതിങ്ങോട്ട് വന്ന് വരിക്കും. നമ്മൾ എന്തുകൊണ്ട് ഈശ്വരനെയോ ആത്മാവിനെയോ അറിയണം എന്ന് പറയണു? അത് നമ്മളെക്കാളും പവർഫുൾ ആയതുകൊണ്ട്, ശക്തമായതുകൊണ്ട്. അപ്പൊ അത് നമ്മളെ പിടിക്കട്ടെ. അത് നമ്മളെക്കാളും ശക്തമല്ലേ, നമ്മളെ പിടിക്കട്ടെ. യു ഹാവ് ടു ജസ്റ്റ് സബ്മിറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അടങ്ങിക്കൊടുക്കുമ്പോ അത് നമ്മളെ പിടിക്കണമെന്നാണ്. ഇവിടെ ഭക്തി ജ്ഞാനം ഒക്കെ ചേരും. അങ്ങനെ പറയുമ്പോ നമ്മൾ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ അത് നമ്മളെ ഗ്രഹിച്ചു പൂർണ്ണമാക്കുന്നു. അപ്പോ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്ത് അകമേക്ക് പോകുമ്പോ അധിഷ്ഠാന ശക്തി, അഹംബോധം അവിടെ നിന്ന് ഉദിച്ച് ഈ അഹങ്കാരത്തിനെ വിഴുങ്ങിക്കളയുന്നു ഹൃദയത്തിൽ നിന്ന്. കപടനം. ഞാൻ എന്നുള്ളത് പോയിട്ട് താൻ മാത്രമായി നിൽക്കും. ഇത് മഹർഷിയുടെ മാത്രം വാക്കല്ല. എത്രയോ പേർ, അരുണാചല സമ്പ്രദായമാണെന്ന് തോന്നുന്നു, അരുണഗിരിനാഥ സ്വാമികൾ തിരുപ്പുകളില് ഒരു പാട്ടില് കന്ദരനുഭൂതിയിൽ പറയുന്നു, യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. ഞാൻ ആയിട്ടുള്ള ഈ അഹങ്കാരത്തിനെ വിഴുങ്ങിയത്രേ. വിഴുങ്ങിയിട്ട് എങ്ങനെ പ്രകാശിച്ചു? താനാകി ഇരുന്നത്. ആ അഹങ്കാരം പോയ സ്ഥലത്ത് ഞാൻ എന്നുള്ളത് താനായി എന്നാണ്. താനാകി ഇരുന്നത് തത്പരമേ. തത്പരം എന്ന് വെച്ചാലോ തദ്വസ്തു, തത്വമസി മഹാവാക്യത്തിന്റെ ഉണ്മയായ പൊരുളായ സത്യം. അവിടെ അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് അത് പ്രകാശിച്ചു. അഹങ്കാരം അനുഭവപ്പെടുന്ന ആ ഹൃദയത്തില് അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് ശുദ്ധമായ ശിവം, അഖണ്ഡ അവിഛിന്ന ബോധം അവിടെ പ്രകാശിച്ചു. നാരായണ ഗുരുസ്വാമിയും അരുണാചലത്തിന്റെ ഈ സ്വഭാവത്തിനെ വർണ്ണിക്കുന്നുണ്ട്. എടുത്തു നീ വിഴുങ്ങിയെന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാനമോ നമ. എടുത്തു വിഴുങ്ങി, അഹങ്കാരം പോയി അവിടെ ശുദ്ധ അഹംസ്ഫൂർത്തി, അഖണ്ഡ അനുഭൂതി സ്വരൂപമായ ചിദാകാശം പ്രകാശിച്ചു. അങ്ങനെ സഹജസ്ഥിതിയെ പറഞ്ഞ ശേഷം അടുത്ത ശ്ലോകത്തിൽ വേറെ ഒരു ഡയമെൻഷനില്, വേറെ ഒരു വിധത്തിൽ ഭഗവാൻ ഈ സത്യത്തിനെ സമീപിക്കുകയാണ്. മനസ്സ് ലയിക്കുമ്പോ, ഉറക്കത്തില് നമുക്ക് പ്രപഞ്ചമില്ല, ശരീരമില്ല, ഞാൻ ഉണ്ട് എന്നുള്ളൊരു വ്യക്തിബോധമില്ല, ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമല്ല. മനസ്സ് ഉദിക്കുമ്പോ എല്ലാ വികല്പങ്ങളും ഉദിക്കുന്നു. അതോടുകൂടെ ഒരു അനുഭവം നമുക്കുണ്ടാവുന്നു, ടൈമിന്റെ അനുഭവം, കാലം. ബഹിർമുഖമായ മനസ്സിന്റെ ഒരു ഭ്രമാനുഭവമാണ് കാലം. അന്തർമുഖമായ മനസ്സിന്റെ അനുഭവം ശാന്തിയും, ബഹിർമുഖമായ മനസ്സിന്റെ അനുഭവം കാലവുമാണ്, ടൈമും. കാലം എന്ന് വെച്ചാൽ ജനറലായിട്ട് കാലം രാവും പകലും മാത്രമേ ഉള്ളൂ. വാച്ച് കൊണ്ടുള്ള ടൈം നമ്മളുടെ കൺസെപ്റ്റാണ്. അമേരിക്കയിൽ വർഷത്തിൽ 2 പ്രാവശ്യം ടൈം മാറ്റിക്കൊണ്ടിരിക്കും ഒരു വാച്ച്. ടൈം കൊണ്ടുള്ള, വാച്ച് കൊണ്ടുള്ള ടൈം നമ്മളുടെ കോൺസെപ്റ്റാണ്. രാവും പകലും അത് ആത്മാവിലില്ല, സ്വരൂപത്തിലില്ല. സൂര്യന് രാവോ പകലോ ഉണ്ടോ? സൂര്യന് രാവോ പകലോ പറഞ്ഞാൽ സൂര്യന് വല്ലതും മനസ്സിലാവുമോ? സൂര്യന് എപ്പോഴും ഒരേ ഒരു കാലമേ ഉള്ളൂ. അതേപോലെ ബോധമണ്ഡലത്തിൽ രാവും പകലും ഒന്നുമില്ല. അതാണ് ഭഗവാൻ അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പാടി, രാ പകൽ ഇല്ലാ ബെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല എന്ന്. രാവും പകലും എന്നുള്ള ഈ അനുഭവമില്ലാത്തതായ ബോധ
ആകാശത്തില് രമിക്കാം എന്നാണ്. നമുക്ക് ഒന്നായിട്ട് തീരാം എന്നാണ്. അപ്പോ രാവും പകലുമാണ് ടൈമിന്റെ ജനറൽ കോൺസെപ്റ്റ്. ആ രാവും പകലുമായിട്ടുള്ള രണ്ട് ടൈം വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനെ പാകം ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നു കാലപുരുഷൻ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഭാഗവതത്തിൽ പരീക്ഷിത്ത് പറയുന്നു. ദശമസ്കന്ധത്തില് കൃഷ്ണനെ കഥ പറയൂ എന്ന് പറയുമ്പോൾ ഏത് കൃഷ്ണൻ എന്ന് ചോദിച്ചു ശുകബ്രഹ്മ മഹർഷി. ആദ്യമൊക്കെ പറഞ്ഞു എന്റെ മുത്തശ്ശന്മാരുടെ കുരുക്ഷേത്ര ഭൂമിയിൽ രക്ഷിച്ച കൃഷ്ണൻ. പിന്നെ പറഞ്ഞു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ ദർശിച്ച കൃഷ്ണൻ. അതൊന്നും ശുകാചാര്യർക്ക് തൃപ്തിയായില്ല. അപ്പോഴാണ് പരീക്ഷിത്ത് പറയണത്, ഭഗവാനെ 9 സ്കന്ധം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് കൃഷ്ണസ്വരൂപം അകമേ പ്രകാശിക്കുന്നു. ഞാനിപ്പോ കണ്ണടച്ചിരുന്നാൽ അങ്ങയെ മറന്നു, എന്റെ ശരീരം മറന്നു, ഈ കാണുന്ന പ്രപഞ്ചം മറന്നു, അകമയ്ക്ക് കേവല ബോധസ്വരൂപമായി പ്രകാശിക്കുന്നു കൃഷ്ണൻ. ഞാൻ കണ്ണു തുറന്നാലോ മുമ്പിൽ കാലസ്വരൂപമായി പ്രകാശിക്കുന്നു കൃഷ്ണൻ. അന്തർബഹി പൂരുഷ കാലരൂപൈഹി പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ എന്നാണ്. പുറമേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാലം, ടൈം, ആ ടൈം കൃഷ്ണനാണെങ്കിൽ അവിടെ നോക്കിയാൽ മതിയല്ലോ. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ നോക്കിയാൽ പ്രയച്ഛതോ മൃത്യും എന്നാണ്. ഓരോ ക്ഷണത്തിലും മൃത്യു. എവിടെ നോക്കിയാലും ഓരോ സെക്കൻഡും മൃത്യുവാണ്. ബഹിർമുഖമായ ഭഗവാന്റെ സ്വരൂപം മൃത്യുവാണ്, ഭഗവാന്റെ പൃഷ്ഠം മൃത്യുവാണ്, ഭഗവാന്റെ മുൻഭാഗം അമൃതമാണ് എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പൃഷ്ഠമാണ്. എവിടെ നോക്കിയാലും മൃത്യു. അത് ദൃഷ്ടി അന്തർമുഖമായി സെന്ററിൽ ഹൃദയത്തിലേക്ക് പോയ അമൃതം അമൃതാനുഭവം, മരണമില്ലായ്മ, പൂർണ്ണത. അതാണ് നമുക്ക് പുറമേക്ക് നോക്കുമ്പോൾ മൃത്യുവും, പക്ഷെ അകമേക്ക് മൃത്യുവിനെ സ്വീകരിക്കാൻ ഒരു പറ്റായികയുണ്ട്. ഒരു അൺകോൺഷ്യസ് ആയിട്ട് എല്ലാവർക്കും. എത്ര തന്നെ നമ്മൾ മൃത്യു കണ്ടാലും, ആരൊക്കെ മരിക്കണത് കണ്ടാലും കുറച്ചു നേരത്തിൽ എന്തുകൊണ്ട് മറന്നുപോകണു? ഉള്ളിൽ ആരോ പറയണു, എനിക്ക് മരണമില്ല എന്ന് പറയണു. പക്ഷെ പുറമേക്ക് നോക്കുമ്പോൾ മരണത്തിന് പേടിയും വരണു. അതാണ്, പുറമേക്ക് നോക്കിയാൽ മരണപ്പേടി, ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ അമൃതാനുഭവം. ഇത് രണ്ടും ഒരു പൃഷ്ഠവും മറ്റേ സൈഡും പോലെ നമ്മളുടെ മുമ്പിൽ നിൽക്കണം. പ്രയച്ഛതോ മൃത്യും ഉത അമൃതം ച. പുറമേക്ക് തിരിഞ്ഞാൽ കാലം, അകമേക്ക് തിരിഞ്ഞാൽ ശാന്തി, നിശ്ചലത, ചലനമില്ലായ്മ, സനാതനത്വം. അപ്പൊ ഭഗവാൻ ഇവിടെ കാലസ്വരൂപമായ സത്യത്തിനെ ഒന്ന് വിശകലനം ചെയ്യാണ്. കാലം, നമ്മളുടെ മനസ്സ് ഒരു കള്ളക്കഥ പറഞ്ഞു തരണു നമുക്ക് കാലത്തിനെ കുറിച്ച്. കാലം അറിയണമെങ്കിൽ മനസ്സ് വേണം, എന്നാലേ കാലം അറിയുള്ളൂ. കുട്ടികൾക്ക് കാലം അറിയോ? കൊച്ചുകുട്ടികൾക്കും ജ്ഞാനികൾക്കും കാലമേ അറിയില്ല. കൊച്ചുകുട്ടികൾക്കും ടൈമൊന്നും അറിയില്ല. നേരം വെളിച്ചു പോയാൽ ചിലപ്പോൾ ചോദിക്കുക എപ്പോ രാത്രിയാവും ചോദിക്കും. അവർക്കുണ്ടോ വല്ലതും രാത്രിയോ പകലോ? ഒന്നുമില്ല. നോക്കണം, കണ്ണു തുറന്നുകൊണ്ടേ എന്നിട്ട് അവർ ദേ ആർ നോട്ട് കോൺഷ്യസ്. കാലമൊന്നും അവർ രാവും പകല് പോലും ഇല്ല. ഇതാണ് ലീലാസുഖൻ ഒരു ലീല പറയും, കൃഷ്ണലീല. കൃഷ്ണൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പാല് വേണം ചോദിച്ചു അത്രേ. അപ്പൊ വൈദ്യൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് വെറുതെ പാല് കൊടുക്കരുത്, ഗ്രഹണി പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യശോദ പറഞ്ഞു ഇപ്പൊ പാലില്ല എന്നാണ്. മാതഃ കിം യദുനാഥ ദേഹി ചഷകം. പാല് തരില്ല എന്നറിയാം കൃഷ്ണന്. അപ്പൊ ഡയറക്റ്റായിട്ട് പാല് ചോദിക്കുന്നതിന് പകരം അമ്മ ഒരു ടംബ്ലർ തരുമോ, ഒരു പാത്രം തരുമോ എന്ന് ചോദിച്ചു അത്രേ. ദേഹി ചഷകം. അപ്പൊ യശോദ ചോദിക്കുകയാണ് കിം തേന, എന്തിനാ പത്രം? പാതും പയഹ, പാല് കുടിക്കാനാണ്. അപ്പൊ യശോദ പറഞ്ഞു അതിപ്പില്ല, തന്നാസ്തി അദ്യ, ഇപ്പോഴല്ലേ കുറച്ചു മുമ്പ് കുടിച്ച, ഇപ്പൊ ഇനി പാല് തരില്ല. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു ഇനി എപ്പോ കിട്ടും? കഥാസ്തി വാ തത്, എപ്പോ കിട്ടും ഇനി പാല്? നിശി, രാത്രിയിൽ പാല് തരാം എന്നാണ്. കുട്ടിക്കുണ്ടോ രാത്രിയോ പകലോ? കുട്ടി ചോദിച്ചു നിശാകാവ, രാത്രി എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അമ്മ എങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടിക്ക് രാത്രി എന്താണെന്ന്? അന്ധകാരോദയ, ഇരുട്ട് വന്നാൽ രാത്രിയായി. കുട്ടി ഉടനെ കണ്ണ് ഇറുക്കി പൂട്ടിയത്രേ. അമ്മ അപ്പൊ ഇരുട്ട് വന്നു,
എനിക്ക് പാല് തരൂ. അപ്പോ കുട്ടികൾക്കും പലപ്പോഴും ടൈമില്ല, ടൈമിന്റെ കോൺസെപ്റ്റ് ഇല്ല. ആനന്ദിക്കുന്നവർക്ക് ടൈമിന്റെ കോൺസെപ്റ്റ് ഇല്ല. ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ, നല്ല ആനന്ദത്തിലിരിക്കുമ്പോ ടൈം അറിയില്ല. എന്താന്ന് വെച്ചാൽ ആനന്ദം എന്ന് വെച്ചാൽ മനസ്സില്ലായ്മയാണ്. നമ്മളത് എന്തോ കാരണം കൊണ്ട് പറയും, എന്തോ ബാഹ്യ കാരണം കൊണ്ട് ആനന്ദം എന്ന് പറയും. ആ ആനന്ദം അനുഭവിക്കുമ്പോ ടൈം അറിയില്ല, സമയം അറിയില്ല. നല്ല ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ചിലപ്പോ ബാഹ്യമായി എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കുമ്പോ ടൈം അറിയണില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കാരണം കൊണ്ടാണെന്ന് പറയുന്നു. പക്ഷെ വാസ്തവം അതല്ല. ആ സമയത്ത് മനസ്സൊട്ടും പ്രവർത്തിക്കാതെ ഉള്ളിൽ ആത്മാനന്ദമാണ്. തൽക്കാലത്തേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ളിലുള്ള സുഖത്തിനെ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ ടൈം അറിയണില്ല. അപ്പൊ നിരന്തരം ആ സുഖത്തിലിരിക്കുന്നവർക്കും ടൈം അറിയില്ല. അവിടെ ടൈം അസത്യമായി പോകുന്നു. അതാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരു അല്പനേരം. അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരു അല്പനേരം എന്നാണ്. പരമാനന്ദത്തിന്റെ പാല് കുടിച്ചവർക്ക് 10,000 വർഷം കഴിഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പോകും, അറിയില്ല എന്നാണ്. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, ബുദ്ധി ജഡത്തിന്റെ പിടിയിലാവുമ്പോ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. ഒരു ക്ഷണം 1000 ആണ്ട് പോലെ. അപ്പോഴാണ് ഈ ബോറടിക്കുന്നത്. ബോറടിക്കൽ എന്ന് വെച്ചാൽ ബുദ്ധി ജഡത്തിന്റെ പിടിയിൽ പെട്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. ഒരു ജയിലിന്റെ ഉള്ളിൽ കിടന്നാൽ പുറത്തു വരാൻ ശ്രമിക്കില്ലേ? അതാണ് ബോർഡം. നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ കൂടുതൽ സിനിമ, TV എന്തോ പുറത്ത് ആശ്രയിച്ച് പിന്നെ അതുമൊക്കെ ബോറടിച്ചു പോകും. തനിയെ ഇരിക്കുമ്പോ ബോറടിക്കണമെന്നാണ് ചിലർ പറയണത്. എന്താന്ന് വെച്ചാൽ നമ്മളെ മഹാബോറന്മാരാണ്. അപ്പൊ നമ്മൾക്ക് നമ്മളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ബോറടിക്കുകയാണ്. അതാണ് കുഴപ്പം. നമ്മളുടെ ഉള്ളിൽ അത്ര കണ്ട് തമോ ഗുണവൃത്തി, ജഡത്തിനെ തിന്ന് 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 ഈ ഡൈജഷൻ പ്രോബ്ലം വരില്ലേ ചിലപ്പോ? ഒരുപാട് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ഒരു അസ്വസ്ഥത. അതുപോലെ മനസ്സിൽ കുറെ തിന്നിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇൻഡൈജഷൻ പ്രോബ്ലമാണ് ഈ ബോർഡം. ഒരു വിരസത തോന്നുക, ആകപ്പാടെ ഒരു ഉത്സാഹമില്ലായ്മ. അപ്പോ ഇതൊക്കെ ടൈമിന്റെ കുഴപ്പമാണ്. കാലം ഒരു വലിയ ട്രാപ്പാണ്, സമയം എന്ന് പറയണത്. അതിനെ ഭഗവാൻ ഇവിടെ അനലൈസ് ചെയ്യാണ്. നമ്മളുടെ അനുഭവത്തിൽ 3 കാലം നമ്മൾ പറയണു: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. വ്യാകരണത്തിൽ നമ്മൾ പഠിക്കും ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പക്ഷേ നമ്മുടെ അനുഭവത്തില് നോക്കണം, ഉറക്കത്തിലും കാലവുമില്ല അല്ലെ? ഉറക്കത്തിൽ നല്ല സുഖമായി ഉറങ്ങുമ്പോ ഖണ്ഡസംവിത്ത് എന്ന് പറയും. അതായത് കാലം എന്ന് വെച്ചാൽ തന്നെ കോൺഷ്യസ്നെസ്, വെൻ ഇറ്റ് ഗെറ്റ്സ് ബ്രോക്കൺ ബൈ തോട്ട്സ്, ടൈം ഈസ് ക്രിയേറ്റഡ്. അവിഛിന്നമായ ബോധാനുഭവത്തിൽ കാലമില്ല. ഒരേ ഒരു ചിത്തവൃത്തിയിലും കാലം അനുഭവപ്പെടില്ല കാര്യമായിട്ട്. ഇപ്പൊ ഉറക്കം എന്നുള്ള നിദ്രാവൃത്തിയില് ഇപ്പൊ കിടന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് നേരം വെളിച്ചായി എന്ന് തോന്നും. ഇപ്പൊ കിടന്നതേ ഉള്ളൂ, അപ്പോഴേക്ക് നേരം വെളിച്ചായി. ഉറക്കത്തിൽ അഹങ്കൃതിയും ലയിച്ചു പോകുന്നത് കൊണ്ട് ടൈം അറിയണില്ല. മനസ്സ് പൊന്തുമ്പോ ടൈം അറിയണം. മനസ്സ് ഭൂതകാലം, യൂഷ്വലായിട്ട് മനസ്സിന്റെ ഫീൽഡ് ഭൂതകാലമാണ്. ഭൂതകാലം കഴിഞ്ഞുപോയ കാലം ആണ്. പിന്നെ അങ്ങോട്ട് വിട്ടാൽ ഒരു പെൻഡുലം പോലെ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ടും പോവും. ഒരു ക്ലോക്കിലുള്ള പെൻഡുലം പോലെ മനസ്സ് ഭൂതകാലത്തിലേക്ക് പോവും, അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ ഭാവി കാലത്തിലേക്ക് പോവും. ഭാവികാലം, ഭൂതകാലം, ഭൂതകാലം, ഭാവികാലം. പാസ്റ്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇതാണ് മനസ്സാകുന്ന പെൻഡുലത്തിന്റെ മൂവ്മെന്റ്. അത് എപ്പോഴെങ്കിലും വർത്തമാനകാലത്തിൽ നിന്നിട്ടുണ്ടോ? വർത്തമാനകാലം എന്നുള്ളത് മനസ്സിൽ നോക്കണം. ചിന്തിക്കുമ്പോഴേക്കും ഭൂതകാലമായി, ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും ഭൂതകാലമായി. മനസ്സ് എന്തിനെ തൊട്ടാലും അതിനെ ജഡമാക്കും. ഭൂതകാലം എന്ന് പറയുന്നത് എന്താ? ജഡമല്ലേ? ഇപ്പൊ ഉണ്ടോ അനുഭവത്തിൽ? എനിക്ക് ഇത്ര വയസ്സ്, എനിക്ക് 60 വയസ്സെന്ന് പറഞ്ഞാൽ ഈ 60 വയസ്സ് ഇപ്പൊ അനുഭവത്തിലുണ്ടോ?
വെറും ചിത്തവൃത്തികളിലല്ലേ ഉള്ളൂ, സങ്കല്പത്തിലല്ലേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ വർഷം എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ അനുഭവം ഇപ്പൊ ഉണ്ടോ? ഇറ്റ് ഈസ് ഓൺലി ഇൻ ഇമാജിനേഷൻ. ഇന്നലെ കണ്ട സ്വപ്നവും കഴിഞ്ഞ വർഷം കണ്ട അനുഭവം ഒന്ന് തന്നെ. ഇപ്പൊ എന്നെ പുറത്തവരെ ഇന്നലെ രാത്രി കണ്ട സ്വപ്നവും കഴിഞ്ഞ വർഷം ഡിസംബർ 30 ഞാൻ വീണ് കാല് ഫ്രാക്ചർ ആയെങ്കിൽ ആ ഒരു അനുഭവവും രണ്ടും എനിക്ക് ഇപ്പോ ഒരേപോലെ തന്നെ. രണ്ടും തോട്ട്സിലാണ്. ഇറ്റ് ഈസ് നോട്ട് നൗ. ഫ്യൂച്ചറില് ഭാവനയിൽ ഇനിയിപ്പോ ചിലതൊക്കെ ഭാവിക്കും, അതുണ്ടാവാം ഇതുണ്ടാവാം. സ്വപ്നം ഒന്ന് മെമ്മറി, ഒന്ന് ഇമാജിനേഷൻ. പാസ്റ്റ് എന്ന് പറയണത് ഇറ്റ് ഈസ് മെമ്മറി, ഫ്യൂച്ചർ എന്ന് പറയണത് ഇറ്റ് ഈസ് ഇമാജിനേഷൻ. രണ്ടും എക്സ്പീരിയൻസ് അല്ല. പക്ഷേ പ്രസന്റ് എന്ന് പറയണത് എക്സ്പീരിയൻസ് ആണ്, ഇപ്പോ അനുഭവത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന് പ്രാമുഖ്യം കൊടുക്കുന്നതിന് പകരം മെമ്മറിയിലും ഇമാജിനേഷനിലും തന്നെ നിൽക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മളുടെ എഡ്യൂക്കേഷൻ ഒക്കെ മൈൻഡ് ഓറിയന്റഡ് ആണ്. മൈൻഡിന് പ്രസന്റ് മൊമെന്റിൽ നിൽക്കാൻ പറ്റില്ല, അതിന് മെമ്മറിയിലോ ഇമാജിനേഷനിലോ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനസ്സിന് ഒരിക്കലും സത്യത്തിനെ തൊടാനേ കഴിയില്ല. മനസ്സിന് കള്ളത്തിനോട് മാത്രമേ സംബന്ധമുള്ളൂ. മനസ്സ് ചിന്തിക്കുന്നത് ഒരിക്കലും സത്യമാവാനേ ഒക്കെ കഴിയില്ല. മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചാലും അത് കള്ളമാവാനേ പറ്റുള്ളൂ എന്നുള്ളത് ഈ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. കാരണം മെമ്മറി കള്ളമാണ്, ഇമാജിനേഷനും കള്ളമാണ്. രണ്ടും ഇപ്പൊ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ അനുഭവത്തിലുള്ളതിനെ മനസ്സുകൊണ്ട് തൊടാനും പറ്റില്ല. മനസ്സ് തൊടുമ്പോഴേക്കും അതിനെ മെമ്മറിയാക്കും. ഇതറിഞ്ഞ വളരെ എളുപ്പമാണ്. മനസ്സ് നമ്മളെ പറ്റിക്കണു എന്നറിഞ്ഞാൽ ഭഗവാൻ നമുക്കിപ്പൊ സിദ്ധമാണ്. പക്ഷെ മനസ്സ് പറയണു, ഭഗവാൻ ഇപ്പൊ ഒന്നും കിട്ടില്ല, അത് നീ പിന്നെ ചില സാധനയൊക്കെ ചെയ്തിട്ട് അങ്ങനെ. അതാണ് മനസ്സിന്റെ കോൺസെപ്റ്റ്. മനസ്സിന് ജീവിക്കണമെങ്കിൽ മെമ്മറി വേണം. ധാരാളം പഠിച്ചാൽ അല്ലേ, ലോകത്തിൽ ഏറ്റവും പഠിച്ച ആളുകളെ ഏറ്റവും അധികം നമ്മൾക്ക് റെസ്പെക്ട് ചെയ്യും. എന്താ, അയാൾക്ക് കൂടുതൽ മെമ്മറിയുണ്ട്. ട്രാപ്പാണത് മെമ്മറി. അല്ലെങ്കിൽ ഇമാജിനേഷൻ, ഭാവന, കവികൾ. രണ്ടുപേരും ലൂസായിപ്പോയ ആളുകളാ. രണ്ടുപേരും ഉള്ള വസ്തുവിനെ വിട്ടുകളഞ്ഞവരാ. ഭാവനയുടെ ലോകത്തിൽ ഒരാൾ സഞ്ചരിക്കണു, ഒരാള് ജഡത്തിന്റെ ലോകത്തിൽ സഞ്ചരിക്കും. ഒരാള് ശവം പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്, വേറെ ഒരാള് പ്രേതത്തിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്. രണ്ടും ഭാവനയും ജഡവും. പക്ഷെ ഈശ്വരനാവട്ടെ നമുക്കിപ്പോ സിദ്ധമാണ്, നമ്മളുടെ അനുഭവത്തിൽ ഭവിച്ചു പോയിരിക്കുന്നു. ബോധവസ്തുവായി ഇപ്പൊ സിദ്ധിച്ചിരിക്കണം നമുക്ക് ഈശ്വരൻ. സിദ്ധിച്ച് ഇവിടെ ഇപ്പോ ഈ ക്ഷണം സിദ്ധിച്ചിരിക്കും. നടന്ന കാര്യമാണ് ഈശ്വരൻ. ആചാര്യസ്വാമികൾ പറയുന്നത് ഭൂതവസ്തു. ഭൂതവസ്തു എന്ന് വെച്ചാൽ പാസ്റ്റായ വസ്തു എന്നല്ല അർത്ഥം. ഇപ്പൊ സിദ്ധമായ വസ്തു, ദാറ്റ് വിച്ച് ഈസ് ഇൻ യു ഹിയർ ആൻഡ് നൗ. അതിനെ വിട്ടിട്ട് ഭൂതം ഭവിഷ്യച്ച് ഭവത്സ്വകാലേ തദ്വർത്തമാനസ്യ വിഹായ തത്വം ഹാസ്യാന കിം സ്യാത് ഗതഭാവി ചർച്ചാം വിനൈക സംഖ്യാഗണനേവ ലോകേ. ഭൂതകാലം ഉണ്മയായിരുന്നതിന് കാരണം അത് അന്ന് വർത്തമാനകാലമായിരുന്നു. ഫ്യൂച്ചർ ഉണ്മയാകണമെങ്കിൽ അത് അന്ന് വർത്തമാനകാലമായിരിക്കണം. Recorded present is past. Imaginary present is future. There is only an eternal experience of present moment. വർത്തമാനകാലം മാത്രമാണ് എപ്പോഴും അനുഭവത്തിൽ. ഒരിക്കലും പാസ്റ്റിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല,
ഫ്യൂച്ചറിനെ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പാസ്റ്റിനെ അനുഭവത്തിൽ കൊണ്ടുവന്നാൽ ആ പാസ്റ്റ് ഇപ്പൊ പ്രസന്റ് ആവും. പിന്നെ വർത്തമാനം എപ്പോഴും ഉണ്ട്. ഈസ്, വാസ് ആൻഡ് വിൽ ബി ഒന്നുമില്ല. ഈസ് എപ്പോഴും ഉണ്ട്. പ്രസന്റ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, അഹമസ്മി. അപ്പൊ ഭൂതകാലം ഭവിഷ്യത് കാലം രണ്ടും വർത്തമാനത്തിന്റെ തന്നെ ഒരു സ്വരൂപമാണ്. പക്ഷെ മനസ്സുകൊണ്ട് വർത്തമാനകാലത്തിനെ സ്പർശിക്കുമ്പോ അത് ഭൂതമോ ഭാവിയോ ആകുന്നു. വർത്തമാനത്തിനെ വിട്ടാൽ സത്യസാക്ഷാത്കാരം ഉണ്ടാവില്ല. അതാണ് ഉപനിഷത്തും പറയണത്, ഇഹ ചേദവേദീ തഥ സത്യമസ്തി നചേത് ഇഹ അവേദീൻ മഹതീ വിനഷ്ടി. ഇവിടെ ഇപ്പോ അറിഞ്ഞാൽ സത്യാനുഭവം ഉണ്ടാവും. ഇപ്പോ ഇവിടെ അറിഞ്ഞിട്ടില്ലെങ്കിലോ വലിയ നഷ്ടം. ഞാൻ പിന്നെ അറിഞ്ഞോളാം, ഹോംവർക്ക് ചെയ്തോളാം, വീട്ടിൽ പോയിട്ട് ചെയ്തോളാം. അതുകൊണ്ടാണ് എഴുതിയെടുക്കാൻ പാടില്ല, എഴുതിയെടുക്കാൻ പാടില്ല. എഴുതിയെടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ മൈൻഡിലേക്ക് പോയി, ബ്രെയിനിലേക്ക് പോയി. സ്റ്റോറിങ് ടെൻഡൻസിയാണതേ. നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ഒന്നും പ്രയോജനപ്പെടില്ല. ഇപ്പോ ഇവിടെ ഇഹ ചെയ്തവേദീത്, അതാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമാണ് വർത്തമാനാനുഭവം. അതിനെ മനസ്സുകൊണ്ട് തൊടാനേ പറ്റില്ല. വർത്തമാനത്തിനെ വിട്ട് ഫ്യൂച്ചറും പാസ്റ്റിനെയും കുറിച്ച് പറയണത് ഒന്ന് എന്നുള്ള സംഖ്യയെ വിട്ടിട്ട് നമ്പർ കണക്കാക്കണ പോലെയാണെന്ന്. വിനൈക സംഖ്യാഗണനേവ ലോകേ. അതാണ് ഇന്നലെ പറഞ്ഞുവല്ലോ, കണക്കിൽ അനേക സംഖ്യകളുണ്ട് എന്നൊരു ഭ്രമം. എല്ലാവർക്കും പെട്ടെന്ന് നോക്കിയാൽ തോന്നും കണക്കിൽ എണ്ണിയാലൊടുങ്ങാത്ത നമ്പേഴ്സ് ഉണ്ടെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, ഒന്ന്. ഒന്ന് മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് രണ്ടാവണു, മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് മൂന്നാവണു, മറ്റൊരു ഒന്നിനെ കൂട്ടിയിട്ട് നാലാവണു. ഒന്ന് തന്നെ അസംഖ്യം നമ്പേഴ്സായി വേഷം കെട്ടി നിൽക്കുന്നു. അതേപോലെ ദിസ് മൊമെന്റ്, നെക്സ്റ്റ് ദിസ് മൊമെന്റ്, നെക്സ്റ്റ് ദിസ് മൊമെന്റ്, ഇതാണ് ജീവിതമേ. ജീവിതം എന്ന് വെച്ചത് എന്താ? കോൺസ്റ്റന്റ് എക്സ്പീരിയൻസ് ഓഫ് നൗ, പ്രസന്റ് മൊമെന്റ്. വർത്തമാനകാലത്തിന്റെ അനുഭവമാണ് ജീവിതം, മനസ്സിന്റെ ഭ്രമമല്ല. പക്ഷെ നമ്മളുടെ കുഴപ്പം എന്താ? നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ ലൗകികവും ആധ്യാത്മികവുമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒക്കെ മൈൻഡ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ടാണ് പറയണത് എന്ത് പഠിച്ചാലും ജ്ഞാനം ഉണ്ടാവില്ല. അൺലെസ് യു കം ഇൻ കോണ്ടാക്ട് വിത്ത് എ പേഴ്സൺ ഹു ഹാസ് ട്രാൻസെൻഡഡ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അല്ലെങ്കിൽ നമ്മളുടെ എന്ത് പഠിക്കുന്നതും മനസ്സിനെയാണ് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിനെ വളർത്തിക്കൊണ്ടിരിക്കും. ഒരു ഭൂതമാണതേ. അത് നമുക്ക് ഭ്രമമൊക്കെ തരും. നമുക്ക് കിട്ടിയ പോലെയും മനസ്സിലായ പോലെയും തെളിഞ്ഞ പോലെയും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായ പോലെയും ഒക്കെ പറയും, തോന്നിപ്പിക്കും അത്. എന്നിട്ട് വാദിക്കും, ഭക്തിയാണ്, ജ്ഞാനമാണ്, യോഗമാണ്, എന്തൊക്കെയോ പറയും. അത് നമ്മളെ വെറുതെ സ്വപ്നം കാണിപ്പിക്കുകയാണ്. ഭിക്ഷക്കാരൻ തെരുവിൽ കിടന്ന് ഉറങ്ങുമ്പോ ചക്രവർത്തിയായിട്ട് സ്വപ്നം കണ്ട പോലെ. എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ താൻ അതേ സ്ഥലത്ത് തന്നെ, ഒന്നും മാറിയിട്ടില്ല. അതുപോലെ മനസ്സ് സ്പിരിച്വൽ ആയിട്ടൊക്കെ സ്വപ്നം കാണിക്കും. അതൊന്നും കാര്യമില്ല. സ്പിരിച്വൽ മനസ്സിന് ഒരിക്കലും സ്പിരിച്വൽ ആവാൻ പറ്റില്ല. ആയി എന്നുള്ളത് വെറുതെ തോന്നലാണ്. സ്പിരിച്വാലിറ്റി നമ്മളുടെ സ്വത്താണ്. അത് നമ്മൾ ആയിത്തീരേണ്ടതല്ല. ഇപ്പൊ തന്നെ ഉണ്ട്, ഈ ക്ഷണം തന്നെ. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കൃപ എന്ന് പറയുന്നതിനൊന്നും അർത്ഥമേ ഇല്ല. ഭഗവാൻ ഗീതയിൽ പറയണു, എത്ര വലിയ ദുരാചാരിയാവട്ടെ, എത്ര മഹാമഠയനാവട്ടെ, സർവം ജ്ഞാനപ്ലവേന ഇവ വൃജിനം സന്തരിഷ്യസി. ജ്ഞാനമാവുന്ന ആ തോണി കൊണ്ട് എല്ലാ സംസാര സമുദ്രത്തിനെയും കടക്കാൻ ഒക്കും. എന്താ ഭഗവാനെ അങ്ങനെ പറയണത് എന്ന് വെച്ചാൽ, തനിക്ക് ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം, ഇവിടെ സംസാര സമുദ്രം ഇല്ല. അത് വെറുതെ തോന്നാണ്. ആ ഭാഗവതത്തില് ഒരു ശ്ലോകമുണ്ട് അങ്ങനെ. ബ്രഹ്മസ്തുതിയില് ഭയങ്കരമായ സമുദ്രം, സംസാര സമുദ്രം, ഉപ്പുവെള്ളം കുടിക്കണു, കിടന്ന് ഭ്രമിക്കുക. ഇത് കടക്കാൻ ഒരു വഴിയും കാണാനില്ല. ഒരാൾ ബോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഒരാൾ കപ്പൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഒരാൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നു, ഒരാൾ ഫ്ലൈറ്റിൽ വന്ന് വിളിക്കണു, അത്രയും നിന്നെ രക്ഷിക്കാൻ വരൂ. പക്ഷെ ആരും രക്ഷിക്കണ വഴി കാണാനില്ല. അപ്പൊ ഒരു സദ്ഗുരു ഈ ജീവന് സൂര്യപ്രകാശം പോലെ വന്നു എന്നാണ്. നേരം വെളിച്ചമായാൽ സ്വപ്നം പോണ പോലെ, അല്ലെങ്കിൽ കണ്ണിൽ ഒരു അഞ്ജനം എഴുതി കൊടുത്തു എന്ന് വെച്ചോളാം.
ഗുരു ആ അഞ്ജനം എഴുതി കൊടുത്തപ്പോ ഈ ജീവൻ സംസാര സമുദ്രത്തിനെ നോക്കിയത്ര അവിടെ സമുദ്രമേ കാണാനില്ല എന്നാണ്. ഈ ഇല്ലാത്ത സമുദ്രത്തിലാണ് ഇത്രയും നേരം ഇത്രയും അനേക തിമിംഗലങ്ങളും അനേക ക്രൂര ഹിംസ്ര ജന്തുക്കളും ഒക്കെ ഭാവന ചെയ്തത്. അതാണ് ഗുരുവർക്കോപലി ലബ്ധ ഉപനിഷത് സ ചക്ഷുഷ ഏതേ തരന്തീഹ ഭവ അനൃതാംബുദ്ധി എന്നാണ്. അനൃതാംബുദ്ധി എന്ന് വെച്ചാൽ കള്ളമായ സമുദ്രം എന്നർത്ഥം. വാസ്തവത്തിൽ ഉള്ള സമുദ്രമല്ല, പക്ഷെ അത് കഷ്ടപ്പെടുത്തും. ഉള്ള സമുദ്രം എത്ര കണ്ട് ബുദ്ധിമുട്ടിക്കോ അത്ര കണ്ട് ബുദ്ധിമുട്ടിക്കും. കാരണം നമ്മൾ മനസ്സിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കണതുകൊണ്ട്. മനസ്സിനെ ആശ്രയിച്ചുകൊണ്ട് എന്തൊക്കെ കർമാനുഷ്ഠാനം, എന്തൊക്കെ യോഗസാധന, എന്തൊക്കെ തലകുത്തി നിന്നാലും നമ്മൾ ഇതിൽ കിടന്ന് തത്തളിച്ചുകൊണ്ടിരിക്കും. മേപ്പെട്ട് പോകും, ചോട്ടിലേക്ക് വരും, മുകളിലേക്ക് പോകും, ചോട്ടിലേക്ക് വരും. മാറ്റങ്ങളും മറിച്ചലുകളും ഒക്കെ നടക്കും. എപ്പോഴാണോ നമ്മളെ ഭഗവാൻ ആ ഒരു പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിവെക്കുന്നത്, അപ്പോഴേ നമുക്ക് കാര്യം ഇത്ര എളുപ്പമാണോ എന്ന് തോന്നും. മനസ്സിനെ ആശ്രയിച്ചാൽ കഷ്ടം. തമിഴിലെ നന്ദനാർ ചരിത്രത്തിൽ ഒരു പാട്ടുണ്ട്. അയ്യേ മെത്ത കഠിനം ഉമദടിമൈ അയ്യേ മെത്ത കഠിനം. നന്ദനാർ പാടുന്നതാണ്. എത്ര കഠിനം എന്നാണ് ഈ മാർഗം. അതേ പാട്ട് രമണ മഹർഷി എഴുതിയപ്പോ അയ്യേ അതിസുലഭം ആത്മവിത്തയ്യേ അതിസുലഭം. ഇപ്പൊ സാധാരണ ബുദ്ധി എന്തു ചെയ്യും? നന്ദനാർ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി പാടിയത് ശരിയോ, രമണ മഹർഷി പാടിയത് ശരിയോ? കമ്പാരിസൺ. ഇതാണ് നമ്മളുടെ ബ്രെയിൻ. രാമകൃഷ്ണ പരമഹംസർ ശരിയോ, രമണ മഹർഷി ശരിയോ? ഉപനിഷത്ത് പറയുന്നു വാൾത്തലയിൽ നടക്കണ പോലെ, ഒരു റേസേഴ്സ് എഡ്ജിൽ നടക്കണ പോലെയാണെന്ന് പറയുന്നു. മഹർഷി ഇവിടെ പറയുന്നു വളരെ സുലഭം എന്ന് പറയുന്നു. ഭഗവാൻ ഗീതയിൽ പറയുന്നു സുസുഖം കർത്തും അവ്യയം, ചെയ്യാൻ വളരെ സുഖം, ഇതുപോലെ എളുപ്പമൊന്നുമില്ല എന്ന് ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയണു. ഇപ്പൊ ആരെയാ എടുക്കേണ്ടത്? നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെയാണ്. രണ്ടുപേരും രണ്ട് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഉപനിഷത്ത് റേസേഴ്സ് എഡ്ജ് പോലെയാണെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് നന്ദനാർ ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി മെത്ത കഠിനം എന്ന് പറഞ്ഞു? മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുന്നിടത്തോളം, ഉപനിഷത്ത് ഋഷികൾക്കും അറിയാം. ഇവിടെ ഗോപാലകൃഷ്ണ ഭാരതിയും ആ സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിന്റെ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടാണ് 99% കളി. അതുകൊണ്ട് മെത്ത കഠിനം എന്നാണ്, മഹാകഷ്ടം. എപ്പോ സദ്ഗുരു കൃപ ചെയ്ത് ഈ മനസ്സിന്റെ മണ്ഡലത്തിൽ നിന്ന് നമ്മളെ പുറത്തെടുത്ത് ഇടുന്നുവോ, അപ്പൊ അയ്യേ അതിസുലഭം. അതാണ് രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഭഗവാൻ പറഞ്ഞു ഈ രാജവിദ്യയുണ്ടല്ലോ, രാജഗുഹ്യം, ഇറ്റ് ഈസ് എ റോയൽ സീക്രട്ട് എന്നാണ്. എന്താന്ന് വെച്ചാൽ മനസ്സ് അതിന്റെ അടുത്തെങ്ങും നമ്മളെ പോകാൻ അനുവദിക്കില്ല. എന്താന്ന് വെച്ചാൽ അത് പോവുകയും മനസ്സ് വളരെ എളുപ്പമാണ്. പോയി കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ടെന്ന് തോന്നുന്നതാണ്. സിമ്പിളായിട്ടുള്ളത് വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഈ അമേരിക്കൻസ് ചന്ദ്രനിൽ പോയപ്പോ അവർക്ക് വലിയ വിഷമം ഉണ്ടായത്ര. എന്താന്ന് വെച്ചാൽ എഴുതാൻ പേന പറ്റണില്ല, ഗ്രാവിറ്റേഷണൽ പുൾ ചോട്ടിലേക്കുള്ളതുകൊണ്ട്. ആരോ തമാശയായിട്ട് പറഞ്ഞ കഥയാ. മഷി മുകളിലേക്ക് പോകണം. അപ്പൊ അവർ എത്രയോ കോടി ഡോളേഴ്സ് ചെലവാക്കിയിട്ട് ഒരു പേന കണ്ടുപിടിച്ചതാണ് അവിടെ പോയിട്ട് എഴുതാനായിട്ട്. എന്നിട്ട് ജപ്പാൻകാരോട് പറഞ്ഞു അത്രേ, ഞങ്ങൾ ഒരു പേന കണ്ടുപിടിച്ചിരിക്കണു, ഒരുപാട് ചെലവായി ഞങ്ങൾക്ക് അതിന്, അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിന്റെ സീക്രട്ട് ഒന്നും പുറത്തു വിട്ടു തരില്ല, നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു അത്ര. അപ്പൊ ജാപ്പനീസ് പറഞ്ഞു അത്ര, കുഴപ്പമില്ല, ഞങ്ങളുടെ അവിടെ പെൻസിൽ ഉണ്ട് എന്ന് പറഞ്ഞു അത്ര. അതിന്റെ തമാശയായിട്ട് പറയാണ്. അപ്പോ ഇത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോ ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ള ചില ഡോർ നമ്മൾ വിട്ടുപോകും. അതാണ് കുഴപ്പം. അതുകൊണ്ടാണ് റേസേഴ്സ് എഡ്ജ് പോലെ എന്ന് പറയണത്. ഒരു ബ്ലേഡിൽ നടക്കണ പോലെയാണ്, വാൾത്തലയിൽ നടക്കണ പോലെയാണെന്നൊക്കെ പറയാൻ കാരണം വളരെ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുമ്പോ ഇത്ര സിമ്പിളാണെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ലേ. സ്വാമി രാമദാസിനോട് ഒരു ഭക്തൻ ചോദിച്ചു, അങ്ങ് പറയണു വളരെ എളുപ്പമാണെന്ന്, ഭഗവാന് ശരണാഗതി ചെയ്ത് നാമം ജപിച്ചാ മുക്തി കിട്ടും എന്ന് പറയണു, എന്നിട്ട് എന്താ ആരും വിശ്വസിക്കാത്തത്? ഇത്ര സിമ്പിളായിട്ട് ഒരു മാർഗം പറഞ്ഞിട്ട് എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വളരെ സിമ്പിളായതുകൊണ്ട് തന്നെ ആരും വിശ്വസിക്കാത്തത്. എല്ലാവർക്കും അവരവന്റെ പ്രയത്നത്തിലും പരിശ്രമത്തിലും അഹങ്കാരത്തിലുമാണ് വിശ്വാസമായി. അല്ലാതെ ഭഗവാന്റെ കൃപയിലും സർവസുലഭമായിരിക്കുന്ന വസ്തുവിലും വിശ്വാസം പോരാ. ശുദ്ധമായ ജ്ഞാനമാർഗവും എളുപ്പമാണ്, ശുദ്ധമായ ഭക്തിമാർഗവും എളുപ്പമാണ്. പക്ഷെ അതിലേക്ക് വലിയ ആളുകൾ ഭക്തി എന്നൊക്കെ പറയണമെന്നോ ഈ മാർഗമല്ല. അപ്പോ ഭക്തി എന്നൊക്കെ പറഞ്ഞു
പെരണ്ട് വീണ്ടും കളിക്കുകയാണ് നമ്മളതിനകത്ത്. അപ്പോ വളരെ സ്വതന്ത്രമാണ്, സിമ്പിളാണ്. എങ്ങനെ മനസ്സിനെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. മനസ്സിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ എന്തൊക്കെയോ കാണും. ചില ഈ ലുഡിക്കുറസ് ഗ്ലാസ് അല്ലെ, ചിലതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ആളുകളുടെ തലയൊക്കെ നീണ്ടുപോയതായിട്ടും മൂക്ക് 1 കിലോമീറ്റർ നീളമുള്ളതായിട്ടൊക്കെ കാണും. അതുപോലെയാണ് നമ്മളുടെ മനസ്സിലൂടെ പ്രശ്നങ്ങളെ നോക്കുമ്പോ ഇല്ലാത്തതൊക്കെ കാണും. അതിന് പല കാര്യങ്ങളും കാണും അതിന്റെ ഉള്ളിൽ കൂടെ നോക്കും. അപ്പോ മനസ്സാണ് ബോധത്തിനെ ഭൂതകാലമായും ഭാവികാലമായും ഒക്കെ പിരിക്കണത്. മനസ്സിനെ മാറ്റി നിർത്തിയാൽ ഭൂതകാലവും സാധ്യമല്ല, ഭാവികാലവും സാധ്യമല്ല. എപ്പോഴും ഉള്ളത് ഒരു വർത്തമാനകാല അനുഭവം മാത്രമാണ്. ഭൂതമൊന്നും അറിയില്ല മനസ്സിന്. ഭൂതകാലം ഭാവികാലം ഈ മെമ്മറിയും ഇമാജിനേഷനും ആർട്ടിഫിഷ്യലാണ്. അതുകൊണ്ടാണ് വയസ്സാവുമ്പോ ചിലപ്പോൾ അതൊക്കെ പോയി പോണത്. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. വയസ്സാവുമ്പോ നമ്മളുടെ പിടിയിലില്ലാത്തതുകൊണ്ട് ചിലർക്കൊക്കെ ചില പീരീഡ് തന്നെ മറഞ്ഞു പോകും. എനിക്കറിയണ ഒരാളുണ്ട്, വളരെ ബുദ്ധിശാലി. അയാൾക്ക് പാവം, അയാളിപ്പോ 1963 ഇരിക്കണത്. കുറെ കാലം പോയി അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നും കുറെ കാലം തന്നെ മറഞ്ഞുപോയി. അദ്ദേഹത്തിന് 9 കുട്ടികള്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ 3 കുട്ടികളുടെ ഓർമ്മയേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്തായും ചോദിച്ചാ അതൊക്കെ ഇപ്പൊ ആർക്കാ ഓർമ്മ എന്നാ പറയണത്. എത്ര മറന്നുപോയി. എന്തിനു പറയുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ ഇത്ര വലിയ സ്കോളർ, ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഒക്കെ വെച്ച ലോകത്തിനെ ഒന്ന് വിറപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഓർമ്മയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ മെമ്മറിയും ഇമാജിനേഷനും ഒന്നും വിശ്വസിക്കാനേ പറ്റില്ല. ബുദ്ധിയുടെ മണ്ഡലത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണ പോലെ ഇവിടെയും സ്റ്റോർ ചെയ്ത് വെക്കണോ, അത്രയേ ഉള്ളൂ. നമ്മള് വളരെയധികം ഓർമ്മയുള്ള ആളുകളെ, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയിലെ ഒരു ഇടക്കാലം, ഋഷികളുടെ കാലത്തിൽ അങ്ങനെയല്ല. ഈ കുറെ കാലമായിട്ട് മെമ്മറിക്കാണ് പവർ. അവർ എന്തോരു ഓർമ്മശക്തിയാന്ന് പറയും. ഈ ഓർമ്മശക്തി ഒന്നും കാര്യമില്ല. അതൊരു സിദ്ധിയാണതേ. ഈ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഒരു സിദ്ധിയാണ്. ആ സിദ്ധന് പ്രയോജനപ്പെടുന്നില്ല. മറ്റുള്ളവരെ കണ്ട് ഭ്രമിപ്പിക്കാൻ വേണമെങ്കിൽ കൊള്ളും. ഈ സിദ്ധന് അത് പ്രയോജനപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് ഭ്രമിപ്പിക്കാൻ സാധിക്കും. അതാണ് തായ്മാനവ സ്വാമികൾ ഒരിടത്ത് പറയുന്നു, പരാപരക്കണ്ണിയിൽ പറയണു, തമിഴ് പണ്ഡിതന്മാർ എന്റെ അടുത്ത് വാദിക്കാൻ വന്നാൽ ഞാൻ സംസ്കൃതം പറഞ്ഞ് അവരെ തോൽപ്പിക്കും. വടമൊഴി. സംസ്കൃത പണ്ഡിതന്മാർ പറഞ്ഞാൽ ഞാൻ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ട് അവരെ തോൽപ്പിക്കും. പക്ഷെ ഇവരെയൊക്കെ തോൽപ്പിക്കാൻ പ്രയോജനപ്പെട്ട അറിവ് എന്റെ മനസ്സിനെ തോൽപ്പിക്കാൻ എനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നാണ്. അത് പെരുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഈ മെമ്മറിയുടെ, ബ്രെയിനിന്റെ പവർ കമ്പാരിറ്റീവ്ലി ലോകത്തിലുള്ള അനേക കഴിവുകളുടെ സ്ഥാനത്തിൽ അത് മുന്നിലായിരിക്കാം. പക്ഷെ അതൊക്കെ തന്നെ ആന്തരിക ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രയോജനപ്പെടുന്നില്ല. അവിടെ എന്തു വേണം? അറിയേണ്ടത് അറിഞ്ഞിട്ട് യോഗത്തിന് ശ്രമിക്കണം എന്നാണ്. യോഗം എന്താണ്? മനസ്സിന്റെ ഈ പെൻഡുലം നിൽക്കണം. വാച്ചിന്റെ ഈ പെൻഡുലം നിൽക്കണം. അങ്ങോട്ട് ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കുള്ള ഈ മൂവ്മെന്റ് അത് നിന്നാൽ ഏകമേവ അദ്വിതീയം കേവലം സത്യം അവശിഷ്യത്തെ. ഏകവും അദ്വയവുമായ ഒരു പൂർണ്ണബോധമണ്ഡലം അവിടെ അവശേഷിക്കുന്നു. അത് പരിപൂർണ നിർവൃത്തിയെ തരുന്നു, ശാന്തിയെ തരുന്നു, ഈ ചലനത്തിന് നിർത്തുന്നു, ചിത്സ്വരൂപാനുഭവത്തിന് തരുന്നു, ചിദാനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ ഇവിടെ അതിനെ വിട്ടിട്ട് മനസ്സിന് പ്രാമുഖ്യം കൊടുക്കരുത് എന്നുള്ളത് വേറെ ഒരു വിധത്തിൽ പറയാം. 1 എന്നുള്ളത് വിട്ട് എണ്ണുന്ന പോലെ എന്നാണ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണ
வஞ்சியும் வஞ்சியாய் கொஞ்சமும் இறங்கில்லை அஞ்சல் என்றே அருள் அருணாச்சலா. கேளாதளிக்கும் முன் கேடில் புகழை கேடு செய்யாதருள் அருணாச்சலாம். கை நிற்க நீ உன் மெய்ரசம் கொண்டுவ கைவெறி கொள்ள அருள் அருணாச்சலா. கொடியீட்டடியரை கொல்லுனை கட்டி கொண்டெங்கன் வாழ்வேன் அருணாச்சலா. கோபமில் குணத்தோய் குறியாயனை கொள்ள குறையன் செய்தேன் அருணாச்சலா. கௌதமர் போற்றும் கருணை மாமலையே கடைக்கணி தாழ்வாய் அருணாச்சலா. சகலமும் விழுங்கும் கதிரொளியின மன ஜலஜமலர்த்தீடருணாச்சலா. சாப்பாடுன்னை சார்ந்துணவாயான் சாந்தமாய்ப் போவன் அருணாச்சலா. சித்தம் குளிர கதி ரத்தம் வைத்த முதவாயை திற அருண்மதி சீரையழித்து நிர்வாணமசைதருள் சீரையளித்தருள் அருணாச்சலா. அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா. அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா. சுக கடல் பொங்க சொல்லுணர்வடங்க சும்மா பொருந்திடங்கருணாச்சலா. சூது செய்தென்னை சோதியாதி நீ உன் ஜோதி உரு காட்டருணாச்சலா. செப்படி வித்தை கற்றிப்படி மயக்கு விட்டுருப்படும் வித்தை காட்டருணாச்சலா. சேராயனின்மை நீராயுருகி கண்ணீராற்றழிவேன் அருணாச்சலா. செய்யன தள்ளிர் செய்வினை சுடுமலால் உய்வகையே துறை அருணாச்சலா. சொல்லாது சொல்லினி சொல்லற நில் என்று சும்மாயிருந்தாய் அருணாச்சலா. சோம்பியாய் சும்மா சுகமுண்டுறங்கிடில் சொல்வேரங்கதி அருணாச்சலா. சௌரியம் காட்டினை சழக்கற்றதென்றே ചലിയാതിരുந்தாய் അരുണാചല. മഹർഷിക്ക് അരുണാചല ശിവൻ എന്നുവെച്ചാൽ കൃപ ചെയ്ത ആ ഒരു അനുഭവത്തിനെയാണ് ഈ പാട്ടിൽ മുഴുവൻ പറയണത്. ഒരു പാട്ടില് വളരെ ചാതുര്യമായിട്ട് പറയണു, ചെപ്പടി വിത്തൈ കറ്റ് ഇപ്പടി മയക്കുവിട്ട് ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. ചെപ്പടി വിത്തൈ എന്ന് വെച്ചാൽ മാജിക്, എന്തെങ്കിലുമൊക്കെ ഇന്ദ്രജാലം കാണിക്കുക, കൈമടക്ക് കാണിക്കുക, ഇങ്ങനെ കണ്ണിൽ മഷിയിടുന്ന ഈ ഒരു ഏർപ്പാട് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നെ ഇങ്ങനെ മയക്കുക എന്ന് വെച്ചാൽ പല ദ്വൈത ബുദ്ധികൾ തോന്നിപ്പിക്കുക, മനസ്സ് പൊന്തിയിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. ഉരുപ്പടും വിദ്യ എന്ന് വെച്ചാൽ ഉരുപ്പെടുക എന്ന് വെച്ചാൽ ഒരു വിധത്തില് ഒരു ശരിയാവുന്ന വല്ലതൊക്കെ ഒന്ന് ചെയ്യുമെന്നാണ്. ആളൊന്ന് പൂർണ്ണമാവുന്ന ഉരുപ്പടും വിദ്യ. ഉരുപ്പടും വിദ്യ എന്താണ്? ഉരുപ്പടും വിദ്യയാണ്. ഏകമായിട്ടുള്ള സ്ഥിതി കാണിച്ചു തന്ന് എന്നൊന്ന് ശരിയാക്കി തരൂ. ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. അവിടുന്ന് എന്നെ തള്ളിക്കളഞ്ഞാലോ, ശയ്യനെ തള്ളിർ ശൈവിനെ ചുടും. മനസ്സ് സ്വരൂപത്തിൽ ഇരിക്കാതെ പുറമേക്ക് വന്നാൽ പ്രാരബ്ധത്തിന്റെ തീ എന്നെ ചുടും, എരിച്ചു കളയും. അതുകൊണ്ട് ഉയ്വകയേതുറൈ അരുണാചല, ഉള്ളിൽ പൂർണ്ണമായി രക്ഷപ്പെട്ട് പൂർണ്ണ സുഖസ്വരൂപമായി ഇരിക്കുന്ന വഴി ഏതാ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ അരുണാചലം പറഞ്ഞു അത്രേ, ചുമ്മാ ഇത് എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ചൊല്ലാതു ചൊല്ലിനി ചൊല്ലറ നിൽ എന്ന് ചുമ്മായിരുന്നായ അരുണാചല. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി, ഇങ്ങനെ എന്നെ മയക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ചൊൽ അറ നിൽ, ചിത്തവൃത്തികളില്ലാതെ ചുമ്മാ ഇര് എന്ന് പറഞ്ഞിട്ട് അരുണാചലം സ്വയം ചുമ്മാ ഇരുന്ന് കാണിച്ചു കൊടുത്തു എന്നാണ്. ചൊല്ലറ നിൽ, മല എങ്ങനെ ഇരിക്കണോ, അനങ്ങാതെ ഇരിക്കണതല്ലേ, ചലിക്കാതെ നിൽക്കുന്നത് കണ്ട എന്നെ പോലെ നീയും ചലിക്കാതെ നിൽക്കൂ എന്ന് ഉപദേശിച്ചു അത്രേ. ചുമ്മായിരുന്നായി അരുണാചല.
ശോംബിയായി ചുമ്മാ സുഖമുണ്ട് ഉറങ്ങിടിൽ സൊൽവേരൻ ഗതി അരുണാചല. അടുത്ത പാട്ടിൽ ഭഗവാൻ പറയണു, ശോംബി എന്ന് വെച്ചാൽ മടി പിടിച്ച്, ലേസി ഫെലോ. അവിടെ ലേസി ഫെലോ എന്താ അർത്ഥം എന്ന് വെച്ചാൽ മനസ്സ് അല്പം പോലും ലോകത്തിൽ പ്രവർത്തിക്കാതെ സുഖമുണ്ട് എന്ന് വെച്ചാൽ ആത്മസുഖത്തിനെ അനുഭവിച്ചുകൊണ്ട്, അല്ലാതെ ഊണ് കഴിച്ച് ഉറങ്ങലല്ല, ആത്മസുഖത്തിനെ അനുഭവിച്ചുകൊണ്ട് അകമേക്ക് ഉറങ്ങൽ, സ്വരൂപത്തിൽ ഉറങ്ങൽ. അല്ലാതെ വേറെങ്കതി അരുണാചല, എനിക്ക് വേറെ എന്താ വഴി, വേറെ എന്ത് ജോലിയുണ്ടെന്ന്. എന്താ ഇപ്പൊ പറ്റിയെന്ന് വെച്ചാൽ ശൗര്യം കാട്ടിനെ ഈശ്വരൻ അല്ലെങ്കിൽ സദ്ഗുരു തന്റെ വീര്യത്തിന് ഒന്ന് കാണിച്ചു കൊടുത്തു അത്ര. ഈ ജീവന് കാണിച്ചു കൊടുത്തപ്പോ എന്തായി എന്ന് വെച്ചാൽ ശഴക്ക് അറ്റത് എന്ന് വെച്ചാൽ ഇവന്റെ കെൽപ്പ് മുഴുവൻ, അല്ലെങ്കിൽ അതാണ് ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഒരടി കഴിഞ്ഞു. കബീർദാസ് പറയണു, ഗുരുദേവൻ എന്റെ മേലെ ബാണം വിട്ടു എന്നാണ്, അമ്പ് വിട്ടതോടുകൂടെ ഞാൻ മരിച്ചു, അതോടെ കഴിഞ്ഞു. ആ കൃപയെ ഭക്തന്മാർക്ക് ഒരേ വിധത്തിൽ വർണ്ണിക്കാം. ഇവിടെ ഭഗവാനും പറയാണ്, ശൗര്യം കാട്ടിനെ സദ്ഗുരുവായ ഈശ്വരൻ ഒന്ന് ധൈര്യം കാണിച്ചതോടുകൂടി ഈ ജീവന്റെ ധൈര്യമൊക്കെ പോയി. എന്ന് വെച്ചാൽ ഈ അഹങ്കാരം ഉള്ളിൽ സ്വയം ഇല്ലാതായിട്ട് തീർന്നു. ശഴക്കറ്റതിന്റെ ചലിയാതിരുന്നായ അരുണാചലാണ്. ഈ അഹങ്കാരത്തിന്റെ ബലം അങ്ങോട്ട് ഇല്ലാതായപ്പോ അകമേ നിശ്ചല തത്വമായി ഈശ്വരൻ അകമേ പ്രകാശിച്ചു എന്നാണ്. ശഴക്കറ്റതിന്റെ ചലിയാതിരുന്നായി അരുണാചല. കാലം എന്ന് പറയുന്നത് ബോധമണ്ഡലത്തിലുണ്ടാകുന്ന മനസ്സിനെ തന്നെയാണ് കാലം എന്ന് പറയണം. കാലം, സ്വഭാവം, സൂക്ഷ്മശരീരം, പ്രകൃതി, ഇതൊക്കെ തന്നെ ഈശ്വരന്റെ മറ്റൊരു പേരാണ്. ഭഗവാൻ ഇവിടെ കാലത്തിനെ ധ്യാനം ചെയ്തും നമുക്ക് സ്വരൂപ സാക്ഷാത്കാരം നേടാം എന്നുള്ളത് ഈ ശ്ലോകം കൊണ്ട് പറയാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. പക്ഷെ വാസ്തവത്തിൽ കാലം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, വർത്തമാനം മാത്രമേ ഉള്ളൂ. വർത്തമാനം അനായാസം ഭജത് ബാഹ്യധിയാ ക്ഷണം ഭൂതം ഭവിഷ്യത് അഭജത് യാതി ചിത്തം അചിത്തതാം. വർത്തമാനകാലത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തന്നെ ചിത്തം അചിത്തമായിട്ട് തീരും. ഭൂതത്തിലേക്കും ഭവിഷ്യത്തിലേക്കും ഉള്ള മനസ്സിന്റെ ഈ പോക്കാണ് മനസ്സിനെ തന്നെ ഉണ്ടാക്കുന്നത്. ആ ഒരു ചലനം തന്നെയാണ് ചിത്തത്തിനെ തന്നെ ഉണ്ടാക്കുന്നത്. അത് രണ്ടുമില്ലെങ്കിൽ, വർത്തമാനത്തിനെ ശ്രദ്ധിക്കാമെങ്കിൽ വർത്തമാനകാലം ബോധാനുഭവമാണ്. ഓരോ ക്ഷണത്തിലും നമുക്ക് ഉണ്ടാവുന്നത് ബോധാനുഭവമാണ്. പക്ഷെ ആ ബോധാനുഭവത്തിനെ മനസ്സ് റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പ്രഭാഷണം കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു കാസറ്റിൽ. ഈ കാസറ്റിൽ റെക്കോർഡ് ചെയ്യലൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് കണ്ട് നമ്മൾ പഠിച്ചതാ. നമ്മളുടെ മനസ്സ് ചെയ്യുന്നു. ഓരോ മൊമെന്റിലും, ഓരോ ക്ഷണത്തിലും നടക്കുന്ന കാര്യം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയാണ്. അതിനെ മനസ്സ് പിടിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡേ അതിന് ഇന്നത് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നടക്കുന്നത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ നടക്കുന്നതിനെയാണ് വർത്തമാനാനുഭവം എന്ന് പറയുന്നത്. ഹാപ്പനിങ്, നോ ഡൂയിങ്, ഓൺലി ഹാപ്പനിങ്. അതിലൊരു കർത്താവോ ഭോക്താവോ ഇല്ലാതെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ആ മൂവ്മെന്റിനെയാണ് ഇവിടെ കാലം എന്ന് പറഞ്ഞത്. അത് പുറമേക്ക് നോക്കുമ്പോൾ മൂവ്മെന്റ്, അകമേക്ക് നോക്കുമ്പോൾ തികഞ്ഞും നിശ്ചലം, പൂർണ്ണ നിശ്ചലത. തദേജത് തന്നേജത്, തദേജതി തന്നേജതി, തദ്ദൂരേ തദ്വന്തികേ, തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. ഉപനിഷത്ത് പറയുന്നു, തദേജതി തന്ന ഏജതി. ഏജതി എന്ന് വെച്ചാൽ ചലിക്കുന്നു, സ്പന്ദിക്കുന്നു. ബ്രഹ്മം ചലിക്കുന്നു, ബ്രഹ്മം ചലിക്കുന്നില്ല. ബ്രഹ്മം ദൂരത്തിലാണ്, ബ്രഹ്മം ഏറ്റവും അടുത്താണ്. അതെ, ഉള്ളിൽ ഉള്ളതിനേക്കാളും ഉള്ളിലാണ്, സ്വരൂപത്തിലാണ് എന്നൊക്കെ പറയാൻ കാരണം ദൃഷ്ടി പുറമേക്കാണോ? തദേജതി, അത് ചലിക്കുന്നു. എന്താ? ചിത്തം. പ്രപഞ്ചത്തിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. സ്പന്ദനമില്ലാത്ത ഒരു വസ്തുവുമില്ല എന്നാണ് ഇന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സയൻസ് അവരും പറയണത് അതാണ്. ഒന്നും ചലിക്കാതിരിക്കുന്നില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ചിലതൊക്കെ ചലിക്കാതിരിക്കണ പോലെയൊക്കെ തോന്നുമെങ്കിലും സൂക്ഷ്മമായി പരീക്ഷിച്ചാൽ അതിൽ ചലനം നടന്നുകൊണ്ടേയിരിക്കും.
അപ്പോ എന്നാൽ അകത്തേക്ക് തിരിഞ്ഞു സ്വരൂപത്തിനെ ശ്രദ്ധിച്ചാൽ ഒരു ചലനവുമില്ല. അപ്പൊ ഈ ചലനം എവിടെ തോന്നി? ആ ചലനം വെറുതെ തോന്നിയതാ. ഒരു ചലനവും ഇവിടെ ഇല്ല. ഒരു ഡയമെൻഷനിൽ നോക്കിയാൽ ചലനമില്ല, മറ്റൊരു തലത്തിൽ നോക്കിയാൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ പുറമേക്ക് നോക്കിയാൽ ടൈം ഉണ്ട്, അകമേക്ക് നോക്കിയാൽ ടൈമില്ല, കാലമില്ല, സമയമില്ല. സമയമൊക്കെ തന്നെ മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഒരു ദിവസം. കുറെ നേരം മഹർഷിയുടെ മുമ്പിലിരുന്നു. എന്താ ചോദിക്കേണ്ടതെന്നും ഇപ്പൊ അദ്ദേഹത്തിന് നിശ്ചയമൊന്നുമില്ല. അപ്പൊ മഹർഷിയോട് അദ്ദേഹം ചോദിച്ചു, സ്വാമി ഏകാദശി എന്നാണ് എന്ന് ചോദിച്ചു. വേറെ ഒന്നും ഇപ്പൊ അദ്ദേഹത്തിന് ചോദിക്കാനില്ല. അപ്പൊ കുറെ നേരം ഇരുന്നു, എന്തെങ്കിലും ചോദിക്കണം. സ്വാമി ഏകാദശി എന്നാണ്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഒന്നും ഉത്തരം പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോ കഷ്ടിച്ചിട്ടില്ല, പകലാണോ രാത്രിയാണോ എന്നുള്ളതേ സംശയമുണ്ട്. അങ്ങനെയുള്ളപ്പോ ഏകാദശിയൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ? ഇപ്പൊ സമയം പകലാണോ രാത്രിയാണോ എന്നുള്ളത് പോലും സംശയം. ശ്രദ്ധ ചില സമയത്ത് നോക്കിയിട്ട് വേണോ അറിയാമെന്നാണ്. ഇപ്പൊ പകലാണോ രാത്രിയാണോ എന്നുള്ളത് ശ്രദ്ധിച്ച്. പകൽ ഇല്ലാ വെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല. ആ ബോധാനുഭവ മണ്ഡലത്തിൽ രാവുമില്ല പകലുമില്ല. ടൈമൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അറിയണതാണ്. സ്വരൂപാനുഭവത്തിൽ എവിടെ രാവ്, എവിടെ പകല്, എവിടെ ടൈം. അപ്പോ ആ ബോധമണ്ഡലത്തിൽ കാലത്തിന്റെ സ്പർശമേ ഇല്ല. നമുക്കും മനസ്സിനെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ടൈം പോണത് അറിയേയില്ല. നമ്മൾ വളരെ ധ്യാനത്തിൽ പുരോഗമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് ബോറടിക്കില്ല എന്നുള്ളതാണ്. വിരസത ഉണ്ടാവില്ല. വിരസത ഇല്ലെങ്കിൽ മനസ്സിൽ റെസ്റ്റ്ലെസ്നെസ് ഇല്ല എന്നർത്ഥം. എത്ര നേരം വേണമെങ്കിൽ ചുമ്മാ ഇരുന്നോളാം. ഈ മനുഷ്യന് മാത്രമാണല്ലോ ഇരിക്കാൻ വിഷമം. ആലോചിച്ചു നോക്കൂ. അതിന് എന്തൊക്കെ ലോജിക്ക് നമ്മൾ കൊണ്ടുവരുമറിയോ? വെറുതെ സമയം പോണു, വ്യർത്ഥമായിട്ട് പോണു, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഉപയോഗപ്പെടുത്തണ പോലെ. സ്വാമി രാമതീർത്ഥനോട് ഒരാൾ ചോദിച്ചു, ഒരു വെസ്റ്റേണർ. അദ്ദേഹം ഇങ്ങനെ ഒരു പാറയിൽ തലയും വെച്ച് കാൽമേൽ കാലിട്ട് ഇരിക്കുകയാണ്, കിടക്ക. അപ്പൊ രാമതീർത്ഥനോട് ചോദിച്ചു, ഇങ്ങനെ ചുമ്മാ ഇരുന്ന് യു ആർ ഇമ്പോർട്ടിംഗ് ഏഷ്യാറ്റിക് ലേസിനെസ് ടു അമേരിക്ക. ഇവിടെ ചുമ്മാ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ വല്ലതും ചെയ്തൂടെ? രാമതീർത്ഥസ്വാമി നല്ല ലെക്ചർ, ആ ഒരു കോൺവെർസേഷൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് രാമതീർത്ഥസ്വാമികൾ അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞു, അതുകൊണ്ട് സഹോദര, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം വ്യർത്ഥമാക്കാതെ അല്പം ചുമ്മാ ഇരിക്കുന്നൂടെ? മനുഷ്യന് മാത്രമാണ് ഈ റെസ്റ്റ്ലെസ്നെസ്. നമ്മൾ പ്രവർത്തിക്കുന്നത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടോ എന്തോന്നുമല്ല, നമ്മളുടെ ഉള്ളിലുള്ള റെസ്റ്റ്ലെസ്നെസ്സിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാ. ഒരു പക്ഷിയൊക്കെ നോക്കൂ, അതിന് ഇരപിടിക്കാനായിട്ട് പറന്നു പോവും. അത് കഴിഞ്ഞാൽ, ആ പണി കഴിഞ്ഞാൽ അത് എത്ര റെസ്റ്റ്ഫുൾ ആയിട്ടിരിക്കണം. ഒരു പശുവിനെ ശ്രദ്ധിക്കൂ, അതിന് വേണ്ട പ്രവൃത്തി എത്ര റെസ്റ്റ്ഫുൾ ആയിട്ടിരിക്കണം. ഈ റെസ്റ്റ്ഫുൾനെസ്സിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്. നമുക്ക് ടോട്ടൽ റെസ്റ്റ്ലെസ്നെസ് ഉള്ളിലുള്ളത് കൊണ്ട് റെസ്റ്റ്ഫുള്ളായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇരിക്കാൻ വയ്യ. എന്തോ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കാതെ നമ്മൾ കൃതാർത്ഥരാവുകയാണെന്നാണ്. നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അത് ഉള്ളിലുള്ള ഈ ടൈം എലമെന്റ്. ടൈം എന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ്നെസ് ആണ്. ടൈം റെസ്റ്റ്ലെസ് ആവും തോറും യു വിൽ ബിക്കം മോർ ആൻഡ് മോർ കോൺഷ്യസ് അബൌട്ട് ടൈം. കാലത്തിനെ കുറിച്ച് ചിലരുണ്ട്, വാച്ചുകൊണ്ടേ ജീവിക്കുന്ന ആളുകളുണ്ട്. വാച്ച് ജീവികളാണ് അവർ. ഓരോ സമയവും നോക്കി കാര്യങ്ങൾ ചെയ്ത് സമയത്തിലേ ജീവിക്കും. ശരിയായി നമുക്ക് പൂർണ്ണത അകമേ ഉണ്ടെങ്കിൽ, നിറവുണ്ടെങ്കിൽ സമയം പോണതേ അറിയില്ല. ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ എന്റർടൈൻമെന്റ് കൊണ്ടല്ല. നമുക്കിപ്പോ വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. രംഗനാഥാന സ്വാമി പറയും, എന്റർടൈൻമെന്റ്, എക്സൈറ്റ്മെന്റ് ആൻഡ് എക്സോഷൻ. 3 E's. എന്റർടൈൻമെന്റ്, എക്സൈറ്റ്മെന്റ് ആൻഡ് എക്സോഷൻ. എന്തെങ്കിലും രസിക്കണം. കണ്ടിട്ട്, സിനിമ കണ്ടിട്ടോ, അത് കേട്ടിട്ടോ, ഡാൻസ് കണ്ടിട്ടോ, TV കണ്ടിട്ടോ. അത് കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ്. അതിൽ വരുന്നതോ വികാരങ്ങൾ പല വിധത്തില്. പിന്നെ തളർന്നു.
ശാന്തമായ മനസ്സുള്ള ആൾക്ക് അയാളുടെ ചിത്തം തന്നെ എന്റർടൈൻമെന്റ് ആണ്. എന്നുവെച്ചാൽ ആ ശാന്തി തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ആണ്. ഒന്നും വേണ്ട, ഏകാന്തത്തിൽ മനസ്സ് രമിക്കുന്നുണ്ടോ അയാൾക്ക് യോഗാഭ്യാസമൊന്നും ആവശ്യമില്ല, ഒരു ജപമൊന്നും വേണ്ട, ധ്യാനവും വേണ്ട, ഒരാളുടെ സംഘവും വേണ്ട. ഇനിത്ത് ഏകാന്തം ഇനിത്ത്. തായും ഔയാർ ഒരു പാട്ടിൽ പാടി, ഏകാന്തം വളരെ മധുരമാണെന്ന്. ഇനിത്ത് ഏകാന്തമിനിത്ത്. ആ മാധുര്യം സാധാരണ മനുഷ്യർക്ക് കിട്ടാതിരിക്കാൻ കാരണം നമ്മള് ആവശ്യത്തിലധികം മനസ്സിനെ വളർത്തിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, ആവശ്യത്തിലധികം പുറം വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കുന്നു. മൂന്ന്, ടൈം കോൺഷ്യസ് ആവുന്നു കൂടുതൽ കൂടുതൽ കൂടുതൽ. ആ സ്വരൂപരമണം ഏർപ്പെടുമ്പോ ഇത് മൂന്നും വിട്ടുപോകും. ആ ഒരു സ്ഥിതിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഭൂതം ഭവിഷ്യത് ഭവത്സ്വകാലേ തദ്വർത്തമാനസ്യ വിഹായ തത്വം ഹാസ്യാന കിം സ്യാത് ഗതഭാവി ചർച്ചാം വിനൈകസംഖ്യാഗണനേവ ലോകേ. ഭാവി ചർച്ച, വർത്തമാനത്തിനെ വിട്ട് ഭാവിയെക്കുറിച്ചും ഭൂതത്തിനെക്കുറിച്ചും പറയുന്നത് മഠേത്തരമാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ശരണാഗതി എന്ന് പറഞ്ഞാലും അതാണ്. ശരണാഗതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? ഭാവിയെ ഭഗവാന് വിട്ടുകൊടുക്കണം. കഴിഞ്ഞുപോയതൊക്കെ കഴിഞ്ഞുപോയി, ഭാവി ഭഗവാന്റെ കയ്യിൽ എന്ന് കരുതി ശാന്തമായി ഇപ്പൊ നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യണമോ ആ പ്രവൃത്തി ഇൻ ദ സ്പോണ്ടേനിറ്റി യു ഡു. നല്ലവണ്ണം അറിഞ്ഞോളണം. ചുമ്മാ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചുമ്മാ ഇരിക്കണം എന്നില്ല. യഥാർത്ഥത്തിൽ ആ നിശ്ചലത അകമയ്ക്ക് വന്നാൽ നിങ്ങൾ എത്ര പ്രവർത്തിച്ചാലും യു വിൽ നെവർ ഗെറ്റ് ടയേർഡ്. ഞാൻ പ്രവർത്തിക്കണു എന്ന് തോന്നൂല, ക്ഷീണവും ഉണ്ടാവില്ല, മനസ്സിന്റെ വെപ്രാളവും ഉണ്ടാവില്ല. അപ്പൊ ആ നിശ്ചലത അകമെ നേടിയെടുത്തിട്ട് പ്രവൃത്തി മണ്ഡലത്തിൽ നമുക്ക് പ്രാരബ്ധവശാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നാൽ പോലും ആ ചെയ്യണതൊന്നും അല്പം പോലും നമ്മളെ ബാധിക്കില്ല. അപ്പൊ ആ പ്രവൃത്തി, അതാണ് യോഗസ്ഥ കുരു കർമാണി. ഗീതയിലും ഭഗവാൻ പറഞ്ഞത് അതാണ്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്വാ ധനഞ്ജയ. യോഗസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് പ്രവൃത്തി തന്നിലൂടെ നടക്കാൻ അനുവദിക്കൂ എന്നാണ്. പ്രവർത്തിക്കൂ എന്നല്ല, പ്രവൃത്തി ലെറ്റ് ഇറ്റ് ടേക്ക് പ്ലേസ് ത്രൂ യു, ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യു, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ത്രൂ യു. അപ്പോ ദേശകാലങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ, ചിത്തം കൊണ്ട് ബാധിക്കപ്പെടാതെ തികഞ്ഞ ശാന്തിയിൽ, പൂർണ്ണതയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം. ക്വബാധി ദിക്കാല കഥാവിനാസ്മാൻ ദിക്കാല ലീലേഹ വപുർവയം ചേത് ന ക്വാപി ഭാമോ ന കദാപി ഭാമഃ വയം തു സർവത്ര സദാ ച ഭാമഃ. ക്വബാധി ദിക്കാല കഥാവിനാസ്മാൻ. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഉദിക്കാതെ ദേശമോ കാലമോ അറിയപ്പെടുന്നില്ല. ഉറക്കത്തിൽ ദേശകാലങ്ങളെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല. ദേശകാലങ്ങളും ശരീരബോധവും ഒക്കെ ഒന്നിച്ച് മനസ്സ് ഉദിക്കുമ്പോൾ ഉദിക്കുന്നു, മനസ്സ് ലയിക്കുമ്പോൾ ലയിക്കുന്നു. ക്വഭാതി ദിക്കാല കഥ. ദിക്കിനെയും കാലത്തിനെയും, ദേശത്തിനെയും കാലത്തിനെയും, ടൈം ആൻഡ് സ്പേസ്, ഇത് രണ്ടും മനസ്സ് പൊന്തുമ്പോ പൊന്തുന്നു. ദിക്കാല ലീലേഹ വപുർവയം ചേത്. ഞാൻ എന്നുള്ള അഹങ്കാരവും ശരീരവും ഒരേ സമയം പൊന്തി ഒരേ സമയം ലയിക്കുന്നു. ശരീരത്തിന് ആവിർഭാവമുണ്ട്, വളർച്ചയുണ്ട്, തളർച്ചയുണ്ട്. പക്ഷെ എല്ലാം മാറി മാറി വരുമ്പോഴും വയം, വയം എന്ന് ഭഗവാൻ ഇവിടെ ബഹുവചനം പറഞ്ഞുവെങ്കിലും തമിഴില് കുറച്ചുകൂടെ എളുപ്പമാണ്. നാം അன்றி നാൾ ഏത് നാടേത് നാടും കാൽ
നാം ഉടമ്പേൻ നാൻ നാട്ടുൾ നാം പടുവം. ഞാൻ എന്നുള്ള അനുഭവം ഇല്ലാതെ ദേശകാലങ്ങളുടെ അനുഭവമില്ല. ദേശം കാലം ഒക്കെ തന്നെ മനസ്സുദിക്കുമ്പോഴാണ് ഉദിക്കുന്നത്. ഞാൻ ശരീരമാണെങ്കിൽ ദേശകാലങ്ങൾക്കുള്ളിൽ നമ്മൾ പെട്ടുപോകും. എന്താന്ന് വെച്ചാൽ ശരീരം ടൈം സ്പേസ് കൊണ്ട് ഇറ്റ് ഈസ് ബൗണ്ട്. സമയത്തിന്റെ ഉള്ളിൽ ആണ് അത്. സമയത്തിനനുസരിച്ച് വളർന്നു വരുന്നതാണ്. നാം ഉടമ്പേൻ നാം നാൾനാട്ടിൽ നാം പടുവം നാം ഉടമ്പോ. ഭഗവാൻ ചോദിക്കുകയാണ്, നമ്മൾ ശരീരമാണോ? നമ്മൾ ശരീരം ആണെങ്കിൽ ദേശകാലങ്ങൾ നമ്മളെ ട്രാപ്പ്. ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം കാലദേശാവധിഭ്യാം, അല്ലേ? ഈ ദേശം കാലങ്ങൾ നമ്മളെ ബന്ധിക്കുമെങ്കിൽ, ശരീരം നമ്മളാണെങ്കിൽ നമ്മളെ ബന്ധിക്കും. നമ്മൾ ശരീരമാണോ എന്ന് ചോദിക്കുകയാണ് ഒരു ചോദ്യം. നാം ഉടമ്പോ നാം ഇன்று അன்று എന്നും ഒന്ന്. ശരീരം മാറി 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 വരുമ്പോഴും ഞാൻ എന്നുള്ള അനുഭവം ഇன்று അன்று എന്നും 3 കാലമാണ് ഭഗവാനോട് പറഞ്ഞത്. ഇന്ന് എന്ന് വെച്ചാൽ വർത്തമാനാനുഭവം, അன்று എന്ന് വെച്ചാൽ പാസ്റ്റ്, എന്നും എന്നുള്ളത് ഇനി ഫ്യൂച്ചറിൽ വരുന്ന കാലങ്ങളൊക്കെ. സദാസമയം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിന് മാറ്റമേ ഇല്ല. നമ്മള് ആത്മവിചാരത്തിന് ഈ ഒരു യുക്തിയെ ഇടയ്ക്കിടയ്ക്ക് വിചാരം ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു യുക്തി വിചാരം ചെയ്ത് നോക്കണം. എനിക്ക് ഒരു 10 വർഷം മുമ്പ് എന്റെ ശരീരം ഒരു വിധത്തിലുണ്ടായിരുന്നു. ഇപ്പോ ആ ശരീരം പരിണമിച്ച് 10 വർഷം മുമ്പുള്ള ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിരിക്കണം. അന്നൊരു പക്ഷേ കൃഷ്ണനായിരുന്നുണ്ടാവും, ഇന്നൊരു പക്ഷേ തടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തടിച്ചത് മെലിഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും തല നരച്ചിട്ടുണ്ടാവും, പല മാറ്റങ്ങൾ. ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, ശരീരത്തിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വാസ്തവത്തിൽ മാറ്റം വരുന്നത് നമുക്ക് എവിടെയെങ്കിലും അറിഞ്ഞോ? ശ്രദ്ധിക്കാം. ഒരു 50 വയസ്സായ ആള് തനിക്ക് 1 വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോ എടുത്ത ഫോട്ടോ എടുത്ത് നോക്കി എന്റെ ഫോട്ടോ ആണെന്ന് കാണിച്ചു കൊടുക്കുമ്പോ എന്താണ് അയാൾ അർത്ഥമാക്കണത്? ആ ശരീരം ഇപ്പില്ല, ശരീരം മാറിപ്പോയിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട്. അതിൽ ഒരംശം പോലും ഇല്ലാതെ മാറിപ്പോയിട്ടും അയാള് ഈസ് ഐഡന്റിഫൈങ് അത് ഞാനാണ് എന്നുവെച്ചാൽ ആ പുറത്തുള്ള ചട്ടയല്ല, അതിനകത്ത് ഞാൻ, ആ അന്ന് ഏതൊരു ഞാൻ ഉണ്ടായിരുന്നു അതേ സാക്ഷി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ 1 വയസ്സിലുള്ള ശരീരത്തിനെ ഏതൊരു സാക്ഷി അനുഭവിച്ചുവോ ആ സാക്ഷി തന്നെയാണ് ഇപ്പോ 60 വയസ്സിലും ഇരിക്കുന്നത്, വ്യത്യാസമില്ല എന്നുള്ള ഒരു അനുഭവമുണ്ട് നമുക്കുള്ളിൽ. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പിച്ച് തറപ്പിച്ച് കൺവിക്ഷനോടെ അതാണ് ഞാനും അതും ഒന്ന് തന്നെ എന്നുള്ള ഒരു അനുഭവം നല്ലവണ്ണം മനനം ചെയ്ത് നോക്കണം നമ്മൾ. അതേസമയം ശരീരം മാറി പരിണമിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലും ശരീരം മാറിയതോ നമുക്ക് അനുഭവത്തിലുണ്ടോ? എത്രയോ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെ? ഇതാ ഈ ചെറിയ കുട്ടിയുണ്ട്, ഇതുപോലെ നമ്മൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ കിടന്നതോ അല്ലെങ്കിൽ ഈ ശരീരം ഓരോ ദിവസമായിട്ട് വലുതായതോ പരിണമിച്ചതോ കുറച്ചായി മാറ്റം വന്നതോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നടന്നു, അതിലെന്തൊക്കെയോ നടന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കമ്പാരിസണിൽ മനസ്സിലാക്കണു, കണ്ണാടി നോക്കിയിട്ടോ അല്ലെങ്കിൽ പുറമേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അല്ലാതെ ഈ പരിണാമം നമ്മൾ അറിയണില്ല. ഏറ്റവും ആശ്ചര്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഉടമ്പെന്നും അഭിമാനിക്കണു, പക്ഷെ ഈ ഉടമ്പ് പരിണമിക്കുമ്പോൾ പരിണാമമൊന്നും നമ്മൾ കോൺഷ്യസ് ആവണില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. നല്ലവണ്ണം വിചാരം ചെയ്തു നോക്കുമ്പോൾ ഈ ദേഹിക്ക് ദേഹത്തിൽ കൗമാരം കഴിഞ്ഞ് യൗവനം വന്നതും യൗവനം കഴിഞ്ഞ് ജര വന്നതും ജര കഴിഞ്ഞ് വാർദ്ധക്യം വരുന്നതും ഒന്നും അകമേയിരിക്കുന്ന ഈ സംവിത്ത്, അതായത് ഞാൻ കോൺഷ്യസ് ആവണില്ല. അതിങ്ങനെ നടക്കണു, അറിയണില്ല നമുക്ക്.
കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയണത്. ഭഗവാൻ എന്തു പറയണമെന്ന് വെച്ചാൽ ദേഹാന്തരപ്രാപ്തിയും അതുപോലെയാണെന്നാണ്. എന്നുവെച്ചാൽ മരണം, നമ്മൾ മരണത്തിനെ ഇത്രയധികം ഭയപ്പെടുന്ന ഈ മരണമുണ്ടല്ലോ, ഈ മരണവും ഇതുപോലെ തന്നെ എന്നാണ്. എന്ന് വെച്ചാൽ കൗമാരയും യൗവനവും ജരയും പോലെ വാർദ്ധക്യവും പോലെ തന്നെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അത് സംഭവിക്കുന്നത് അറിയില്ല എന്നാണ്. നമ്മൾ വീട്ടിനകത്ത് ഇരിക്കണു, വീട്ടിന്റെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ട് പോയാൽ അറിയില്ല. അതുപോലെയാണ് നമ്മളുടെ ശരീരത്തിലെ പല ഏർപ്പാടുകളും നടക്കണമെന്ന് നമ്മൾ അറിയണില്ല. ഭഗവാൻ എന്തു പറയണു? ഈ ശരീരമേ വിട്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് അറിയില്ല എന്നാണ്. കാരണം ഈ കൗമാരം യൗവനം ജര പോലെ ഒക്കെ തന്നെ ഒരു പരിണാമദശയാണ് അതും. അതുകൊണ്ട് ശരീരം വിട്ടുപോകുന്നതും ശരീരം നിൽക്കുന്നതും ശരീരം പരിണമിക്കുന്നതും ഒന്നും കാര്യമായിട്ടുള്ള ഒരു വസ്തുവല്ല. നമ്മൾ ശരീരത്തിലേ അല്ല വർത്തിക്കണത്. നമ്മളുടെ സെന്ററേ വേറെ സ്ഥലത്താണ്. അപ്പൊ ഭഗവാൻ ഇവിടെ ഈ ശ്ലോകം പറയാൻ കാരണം ശരീരം നമ്മളല്ല, നാം ഉടമ്പോ, നാം ഉടമ്പേൽ നാട്ടിൽ നാം പടുവം. ക്വഭാതി ദിക്കാല കഥാവിനാസ്മാൻ ദിക്കാല ലീലേഹ വപുഹു. ഈ ശരീരം വപുഹു വയം ചേത് ദിക്കാല ലീല ഇഹ. നമ്മൾ ശരീരമാണെങ്കിൽ ദിക്ക് കാലങ്ങളുടെ കളിയിൽ നമ്മൾ പെട്ടു. എന്നുവെച്ചാൽ എല്ലാ വിഷമങ്ങളും നമ്മളെ ബാധിക്കും. നക്വാഭിഭാമോ ന കഥാഭിഭാമഃ വയം തു സർവത്ര സദാച ഭാമ. ഈ ശരീരമുണ്ടല്ലോ എല്ലാ സ്ഥല സമയത്തും എപ്പോഴും നമുക്കില്ല. നിസർഗദത്ത മഹാരാജ് ഒരു ഭക്തനോട് പറഞ്ഞു, ഒരാൾ ചോദിച്ചു, അങ്ങ് പറയണു ഞാൻ എന്നെ തന്നെ ധ്യാനിക്കണം എന്ന് പറയണു. ചിലതുകൾക്കൊക്കെ ഉപദേശിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണമേ, അവരെന്താ മനസ്സിലാക്കാന്നുള്ളതിന് ഒരു ലൈസൻസും ഇല്ല. അവര് ഇന്നത് മനസ്സിലാക്കുന്നു പറയാനേ പറ്റില്ല. ആകപ്പാടെ ഒരു ടോട്ടൽ മിസ്അപ്രഹെൻഷനാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് അമ്നീഷ്യ വന്നു, തലയിലൊന്നും ഓർമ്മയില്ല. അപ്പൊ അയാളുടെ ഒരു കൂട്ടുകാരൻ, ഒരു അധ്യാപകൻ, ഇയാൾ വലിയ റൈറ്ററാണ്, അയാളുടെ കൂട്ടുകാരനായ ഒരു അധ്യാപകൻ ഇയാളെ കാണാൻ വന്നു. കാണാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് എന്തോ ഒരു ബംഗാളി, ഒരു ചൗധരിയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഈ കൂട്ടുകാരനായ അധ്യാപകന് ഒരു ചാപ്റ്റർ, എന്റെ പ്രിയ സുഹൃത്തായ അധ്യാപകൻ എന്നൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിനൊക്കെ പിടിവിട്ട് പോയിരിക്കണം. അപ്പൊ ഈ അധ്യാപകൻ വന്ന് വർത്തമാനം പറഞ്ഞു ഈ ചൗധരിയോട്. പക്ഷെ ഈ ചൗധരിക്ക് ഓർമ്മയെ കിട്ടണില്ല. ഈ അധ്യാപകന് എത്ര പറഞ്ഞാലും ഓർമ്മ കിട്ടണില്ല. അപ്പൊ ഈ അധ്യാപകൻ അവസാനം ഈ ജീവചരിത്രം എടുത്തുകൊണ്ട് വന്നു, അദ്ദേഹത്തിന്റെ ആത്മകഥ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ആത്മകഥ കൊടുത്തു. എന്നിട്ട് ആ പ്രിയ സുഹൃത്ത് ആ ചാപ്റ്റർ വായിച്ച് അദ്ദേഹം കരയാണ്. ചൗധരി കരഞ്ഞിട്ട് എത്ര മനോഹരമായ ആട്ടെ, ഈ ചൗധരി ആരാണോ എന്ന് ചോദിച്ചു. അത്ര എന്തു പറയാൻ പറ്റും? ടോട്ടലി പിടിവിട്ടുപോയാൽ എന്തു പറയാൻ പറ്റും? ഇതാണിപ്പോ നമ്മളുടെ അവസ്ഥ. നിസർഗദത്ത മഹാരാജ് ഒരു ഭക്തനോട്, ഒരാളോട് പറഞ്ഞു, നീ എന്നെ തന്നെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇയാൾ കണ്ണാടി പോയി നോക്കിയിരിക്കണം. അപ്പൊ ഒരു സംശയം വന്നു അയാൾക്ക് നല്ല കാലത്തിന്. അപ്പൊ ചോദിച്ചു, ഞാനിപ്പോ എന്റെ ഏത് വയസ്സിലത്തെ രൂപമാണ് ധ്യാനിക്കേണ്ടത്? അപ്പൊ മഹാരാജ് പറഞ്ഞു കൊടുത്തു, നീ ജനിക്കുന്നതിന് 10 മാസം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ആ രൂപം ധ്യാനിക്കാൻ. അപ്പൊ എഫക്റ്റീവായത് എന്താന്ന് വെച്ചാൽ, ഗർഭത്തിലാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ രൂപം ആലോചിക്കും. പക്ഷെ ഗർഭത്തിനും അപ്പുറം കടന്നുപോയാ എന്നാ ഞാനില്ല എന്നങ്ങോട്ട് പറയാൻ പറ്റുമോ? അതിനോട്ട് ധൈര്യവും വരില്ല. അല്ലെ, ഞാനില്ല എന്നെങ്ങനെ പറയും? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എവിടെയോ ഉണ്ടല്ലോ. ഞാനില്ല എന്ന ആർക്കും അനുഭവമില്ല, ഊഹിക്കാനേ പറ്റില്ല. അഹമസ്മി എന്നുള്ളതാണ് എല്ലാവരുടെയും എക്സ്പീരിയൻസ്. അപ്പൊ ഞാനില്ല എന്നുള്ളതിനെ ധ്യാനിക്കണമെങ്കിലും ഞാൻ ഉണ്ടായിക്കൊണ്ട് വേണം ധ്യാനിക്കാൻ. അപ്പോ സദാ ഉള്ള അനുഭവമാണ് വയം തു സർവത്ര സദാച ഭാമഃ.
നാം അன்று ഇன்று என்றും ഒന്ന്. നമ്മൾ എപ്പോഴും ഒരേ വസ്തുവായിരിക്കുന്നു. നാട് ഇങ്ക് അങ്ക് എങ്കും ഒന്നായി നാം ഉണ്ട്. എല്ലാ ദിവസവും, നാട് എന്ന് വെച്ചാൽ ദേശം, എല്ലാ ദേശങ്ങളിലും എല്ലാ കാലങ്ങളിലും ഞാൻ എന്നുള്ള അനുഭവം ഒരു മാറ്റവും കൂടാതെ നിൽക്കുന്നു. നമ്മൾ എവിടെ പോയാലും, സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും ശരി, ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ശരി, പല ദേശങ്ങളിൽ പോയാലും നമ്മള് ദേശങ്ങളിലല്ല വസിക്കുന്നത്. നമ്മൾ ഈ ജ്ഞാനം തെളിയുമ്പോൾ ഒരു സീക്രട്ട് മനസ്സിലാക്കും. ദേശകാലങ്ങളിലല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നമ്മളിലിരിക്കണം, നമ്മളുടെ ഹൃദയത്തിലിരിക്കണം. ആ ഹൃദയത്തിലുള്ള നമ്മളുടെ ഇരിപ്പ് സ്ഥാനം കണ്ടെത്തി ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നാൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം. സ്വർഗം നരകം യാതൊരു സ്ഥലവും ഇയാളെ പിന്നെ ഭേദം വരുത്തില്ല. അയാൾ എപ്പോഴും താൻ ഇരിക്കുന്ന ഇടത്താണ് ഇരിക്കുന്നത്. അയാളെ ഒന്നും ബാധിക്കില്ല. ഒരു പ്രസിദ്ധനായ ഒരു സന്യാസിയുടെ കഥ പറയും, വിജ്ഞാനാനന്ദ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് ഒരു വലിയ ജമീന്ദാർക്ക് വളരെ ഇഷ്ടമായി. സ്വാമി വൈരാഗ്യം കണ്ടിട്ടാണ് ഇഷ്ടമായത്. സ്വാമി എവിടെയോ ഒരിടത്ത് തലയിൽ 2 കല്ല്, ഇടുപ്പിൽ 2 കല്ല്, കാലില് 2 കല്ല്, കട്ടില് പോലെ അത് വെച്ചിട്ട് അതിന് മേലെ കിടന്നുറങ്ങും അത്രേ. അപ്പൊ സ്വാമി എന്തിനാന്ന് വെച്ചാൽ ഏഴജന്തുക്കൾ വന്നാൽ അതിന് ചോട്ടുകൂടെ പോയിക്കോളും, മഴ പെയ്ത് വെള്ളം ഒലിച്ചാൽ അതിന് ചോട്ടുകൂടെ പോയിക്കോളും, എന്നിട്ട് മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അത് പുതച്ച് കിടക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പ്രദായം. വലിയൊരു ജമീന്ദാർ അദ്ദേഹത്തിന്റെ വൈരാഗ്യം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ തന്റെ പാലസ് പോലെയുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. നല്ല റൂം കൊടുത്തു, നല്ല ബെഡും ഒക്കെ ആയിട്ട്. അപ്പൊ സ്വാമിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. അപ്പോ കുറേ ദിവസം കഴിഞ്ഞപ്പോ സ്വാമിക്ക് ഒരു മാറ്റവും ഇല്ല, അവിടെ ഇരുന്ന പോലെ തന്നെ വിളിക്കും. അപ്പൊ സ്വാമിയോട് ചോദിച്ചു അദ്ദേഹം, സ്വാമി എങ്ങനെ വാസം? സുഖം. അല്ല, എന്നാലും അങ്ങ് അവിടെ കാട് പോലെ ഒരു സ്ഥലത്ത് വസിക്കുന്നതിനും ഇവിടെ വസിക്കുന്നതിനും വ്യത്യാസമില്ല. അവിടെ എന്തുണ്ടോ അത് ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുണ്ടോ അവിടെ ഉണ്ട്, എല്ലായിടത്തും എന്നാലും എങ്ങനെ സ്വാമി? അവിടെ ചെങ്കല്ല് തലയിൽ വെച്ച് കിടന്നുകൊണ്ടിരുന്നു, ഇവിടെ സുഖമായ ബെഡ് ഇങ്ങനെ കിടന്നാൽ അങ്ങനെ താണുപോവും, അതുപോലെ ഒരു ബെഡ്. അതന്നെ പറഞ്ഞില്ലേ, അവിടെ എന്തുണ്ടോ അത് ഇവിടെ ഉണ്ടെന്ന്. ഈ ജമീന്ദാർ റൂമിൽ പോയി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ കട്ടിലിന്റെ മേലെ ഈ ചെങ്കല്ലൊക്കെ ഉണ്ട്. ആ മുറിയില് ആ കട്ടിലിന്റെ മേലെയും ഈ ചെങ്കല്ലുണ്ട്. എവിടെ പോയാലും വി ആർ ക്യാരിയിങ് അവർ സെൽഫ്. ആ സ്വർഗത്തിൽ പോയാൽ നരകത്തിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും യു ആർ ക്യാരിയിങ് യുവർ സെൽഫ്. അതുമാത്രം വിട്ടുകളയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമ്മളുടെ ഹൃദയമാണ്. അവിടെ നമ്മൾ തെളിഞ്ഞ് ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ അത് കർമ്മമും ഭക്തിയും ഉന്തീപ്പറ, അത് യോഗജ്ഞാനമും ഉന്തീപ്പറ. ഉപദേശസാരത്തിൽ ഭഗവാന്റെ വാക്കാണ്. ഉദിക്കുന്ന ഇടത്ത് അഹങ്കാരം എവിടെ ഉദിക്കുന്നുവോ അവിടെ അന്വേഷിച്ച് ഒടുങ്ങി ഇരുത്തൽ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ അടങ്ങിയിരിക്കൽ. അത് തന്നെ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എല്ലാം. ആ ഹൃദയസ്ഥാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ നാടി ഇങ്ക് അങ്ക് എങ്കും, ഏത് സ്ഥലത്തും ഏത് കാലത്തിലും ഏത് ദേശത്തിലും നമ്മളുടെ സ്ഥിതി ഒന്ന് തന്നെ, മാറ്റമേ ഇല്ല. ദേശകാലങ്ങൾ കൊണ്ടോ യാതൊന്നുകൊണ്ടും മാറ്റമില്ല. എവിടെ പോയാലും നമ്മൾ ഒരേപോലെ ഇരിക്കും. മറ്റൊരു അർത്ഥത്തിൽ ബ്രഹ്മനിഷ്ഠന് ജഗത്ത് മുഴുവൻ ബ്രഹ്മമയമാണ്. പുതിയതായിട്ട് ഒരിടത്ത് പോയും അയാൾക്ക് ഒരു മാറ്റവുമില്ല. ഏതു വസ്തുവിലും അയാൾ ഒരേ സത്യത്തിനെ കാണുന്നു. രമണ മഹർഷിയോട് സ്വാമി രാജേശ്വരാനന്ദ ചോദിച്ചു. രാജേശ്വരാനന്ദ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്മയാനന്ദ സ്വാമിയൊക്കെ ആരംഭിച്ചപ്പോ, അതായത് ചിന്മയാ മിഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗീതായജ്ഞം എന്ന് പറഞ്ഞൊക്കെ ആരംഭിച്ച കാലത്ത് ഈ രാജേശ്വരാനന്ദ സ്വാമിയുടെ കൂടെ അദ്ദേഹം കോൾ ഡിവൈൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ നടത്തിക്കൊണ്ടിരുന്നു. രാജേശ്വരാനന്ദ സ്വാമിയാണ് തുടങ്ങിയത് ഈ കോൾ ഡിവൈൻ മാഗസിൻ. അതിന്റെ എഡിറ്ററായിരുന്നു ചിന്മയാനന്ദ സ്വാമി ആരംഭകാലത്ത്. ആ രാജേശ്വരാനന്ദ രമണ മഹർഷിയോട്
ഒരിക്കൽ പറഞ്ഞു, എങ്ങനെയെങ്കിലും മഹർഷിയെ പുറത്തു കൊണ്ടുപോകണം, പ്രചാരം ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. മഹർഷിയാണെങ്കിൽ ഒരു മാസിക തുടങ്ങാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വഴങ്ങിക്കൊടുക്കില്ല, ഒന്നിനും തന്റെ അഭിപ്രായമൊന്നുമില്ല, വഴങ്ങിക്കൊടുക്കില്ല. ഒരു മാഗസീൻ തുടങ്ങാൻ പോലും വഴങ്ങിക്കൊടുക്കില്ല. ആശ്രമത്തിലുള്ളവര് കിണഞ്ഞു പരിശ്രമിച്ചതാ ചിലരൊക്കെ. മഹർഷി ഉള്ള കാലത്ത് ഒരു മാഗസീൻ പിന്നീട് തുടങ്ങി, പക്ഷെ മഹർഷി ഉള്ള കാലത്ത് ഒരു മാസിക തുടങ്ങാനായിട്ട്, ഒരു മാഗസീൻ തുടങ്ങാനായിട്ട് ചിലര് ചെന്ന് പറഞ്ഞു, ഭഗവാനെ, അരബിന്ദോ ആശ്രമത്തിൽ മാഗസീനുണ്ട്, കാഞ്ഞങ്ങാട് രാമദാസ് ആശ്രമത്തിൽ മാഗസീനുണ്ട്, ഇവിടെയും വല്ലതും തുടങ്ങണ്ടേ? തുടങ്ങിയാൽ നിങ്ങൾ എന്ത് എഴുതും ചോദിച്ചു മഹർഷി. തുടങ്ങിയ ഭഗവാൻ എന്തൊക്കെ പറയണോ അതൊക്കെ എഴുതാം, ഭഗവാന്റെ ജീവിതത്തിനെ കുറിച്ചൊക്കെ എഴുതാലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതും? ഇനി ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ പറ്റും? നിങ്ങൾ എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണോ? അവര് പോയ ശേഷം അടുത്തിരിക്കുന്ന ഒരു ഭക്തനോട് പറഞ്ഞു, ഇവര് പറയണു ഞാൻ പറയണതൊക്കെ എഴുതും എന്ന് പറയണു. ആദ്യമൊക്കെ ഞാൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ പറയണത് എഴുതും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരായിട്ട് കണ്ടുപിടിച്ച് എഴുതും. എന്നിട്ടും ഒക്കെ തീരുമല്ലോ, മാസാമാസം എഴുതണമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ കള്ളം എഴുതാൻ തുടങ്ങും എന്നാണ്. ഇത് ഇന്ന് എല്ലാ മാഗസീൻസിലും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ എന്തെഴുതും? സത്യം വളരെ കുറച്ചേ ഉള്ളൂ പറയാനേ. അത് മാസാമാസം ഇങ്ങനെ വാക്കുകൾ ഛർദ്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചേ ഉള്ളൂ സത്യം പറയാനായിട്ട്. അതിന് ഇനി എന്തു വിസ്തരിക്കും? നമ്മൾ വിസ്തരിക്കും തോറും അപകടമാണ്. അതുകൊണ്ട് ഹി വാസ് സോ കോൺഷ്യസ് ടു സേഫ് ഗാർഡ് ദ എക്സ്പീരിയൻസ്. അതിനെ അധികം വെർബലൈസ് ചെയ്ത് കേടുവരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെർബലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കേടുവന്നു പോകും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ മാഗസീൻ പോലും സമ്മതിച്ചില്ല. രാജേശ്വരാൻ സ്വാമി പ്രൊപ്പഗേഷൻ അതിന് നിന്നു. അപ്പൊ ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ ഒരു ജീവൻ മുക്തൻ ഉണ്ടായിരുന്നിട്ട് അരബിന്ദോ ആശ്രമത്തിലൊക്കെ, അന്ന് മൗനി സാധു എന്ന് പറയുന്ന ഒരു ഭക്തൻ എഴുതുന്നുണ്ട്, മഹർഷിയെ കണ്ടിട്ട് അരബിന്ദോ ആശ്രമത്തിൽ പോകുമ്പോ അരബിന്ദോ വർഷത്തിൽ ഒരു ദിവസം ദർശനം കൊടുക്കും. അത് കാണാനായി ആളുകൾ ഇങ്ങനെ 5000, 10,000 ആളുകൾ ക്യൂ നിൽക്കുകയാണ് അരബിന്ദോവിനെ കാണാൻ. രമണാശ്രമത്തിൽ ഭഗവാൻ ഇങ്ങനെ കട്ടിൽ ഇരിക്കുന്നുണ്ടാവും, ഒരു 15 പേര് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും, 15ഓ 20ഓ പേര്. അവസാന സമാധി ആവുന്ന കാലം ആവുമ്പോഴാണ് പിന്നെയും കുറേയൊക്കെ അറിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ തനിയെ അറിഞ്ഞു, 100 പേര് 200 പേര്. അപ്പോഴും വലിയൊരു തിരക്കൊന്നുമില്ല. വേണമെന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യും. എന്താന്ന് വെച്ചാൽ കൂട്ടം കൂടിയാൽ കാക്കകളെ ഉണ്ടാവുള്ളൂ, ആള് കുറവാണെങ്കിൽ ഹംസങ്ങളായിരിക്കും എന്ന് ഭാഗവതത്തിൽ വ്യാസനൊരു അഭിപ്രായമുണ്ട്, നാരദർക്കൊരു അഭിപ്രായമുണ്ട്. നാരദൻ വ്യാസനോട് പറയണു, നാമാനി അനന്തസ്യ യശോങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. അവിടെ ഭാഗവതത്തിൽ പറയുന്നു, തദ്വാഗ് വിസർഗോ ജനതാക വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. അതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറയുന്നു, നയത്ര ഹംസാഹ നിരമന്തി ഉശിക്ഷയാഹ. മാനസ സരസിൽ 4 പക്ഷികളെ ഉണ്ടാവുള്ളൂ എങ്കിലും ഹംസങ്ങളുണ്ടാവും. ധാരാളം കൂട്ടം കൂട്ടിയാൽ ചിലപ്പോ കാക്കകളായിരിക്കും ധാരാളം എന്നാണ്. അപ്പോ വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. ആ പ്രൊപ്പഗേഷൻ ഒന്നുമില്ല, പ്രചാരം ചെയ്ത് തനിയെ നാച്ചുറലായിട്ട് വരണതേ ഉള്ളൂ. അപ്പൊ ഈ രാജേശ്വരാൻ സ്വാമിക്ക് പ്രചാരം ചെയ്യണം എന്നുള്ള ആഗ്രഹം. മഹർഷിയാണെങ്കിൽ പ്രചാരത്തിന് വിപരീതമായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തു വയ്ക്കും. ഒരിക്കൽ തിരുവണ്ണാമലയില് ഒരു സാധു വന്നു, വിഭൂതി സ്വാമിയായിരുന്നു പേര് അദ്ദേഹത്തിന്, ഭസ്മസ്വാമി. അദ്ദേഹം ഭസ്മം കൊടുക്കും, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അദ്ദേഹത്തിനെ കാണാൻ പോകും. വലിയ തിരക്കായിരുന്നു ഒരു പിരിയഡില്. അവരൊക്കെ രമണാശ്രമത്തിലും കയറും. ഈ പോകുന്ന ആളുകള് എന്തെങ്കിലും സൂക്കേട്, പല സുഖക്കേടിന് ഈ സ്വാമി വിഭൂതി കൊടുത്താൽ, ഭസ്മം കൊടുത്താൽ മാറും. അപ്പൊ ഇവരൊക്കെ ആശ്രമത്തിലും കയറും. അപ്പൊ അവര് വരുമ്പോ ഒരു ദിവസം കുറെ അവര് വന്ന് മുമ്പിലിരിക്കും, മിണ്ടുകയില്ല ആ സമയത്തൊന്നും. വളരെ ജാഗ്രതയായി അവരൊക്കെ വരുമ്പോ മഹാമൗനിയായിട്ടിരിക്കും. വർത്തമാനം പറയുകയാണെങ്കിൽ നിർത്തിക്കളയും ഇങ്ങനത്തെ ആളുകൾ വരുമ്പോ. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ വന്ന് മുമ്പിൽ വന്ന് ഇരുന്നപ്പോ മഹർഷി തന്റെ കാലിന് തൈലം തേച്ച് കൊണ്ടിരിക്കുക, കാല് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാദത്തിന് എണ്ണ തേച്ച് അവര് കുറെ നേരം വന്നിരുന്നു. വളരെ കാര്യമായിട്ട് കാല് ഒഴിഞ്ഞു. അവരൊക്കെ എഴുന്നേറ്റ് പോയപ്പോ
അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഈ വാതരോഗം എത്ര വലിയ അനുഗ്രഹം അറിയോ. ഇവരൊക്കെ വന്നിട്ട് ഈ സ്വാമിയാർക്ക് തന്റെ സൂക്കേടേ മാറ്റാൻ പറ്റണില്ല, ഒരു ഭസ്മം കൊടുക്കലും ഇല്ല, വ്യാധി മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു പോയി, നമുക്ക് സ്വസ്ഥം. അല്ലെങ്കിൽ ഇവരൊക്കെ വന്ന് ഇരിക്കപ്പുറത്ത് ഇല്ലാതാക്കി കളയും. അങ്ങനെ ഇരിക്കുമ്പോ രാജേശ്വരാനന്ദ പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്ന അറിയണ്ടേ ലോകത്തില്, പ്രചാരം ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ അറിയും? അപ്പൊ മഹർഷി ചോദിച്ചു, ആ പ്രചാരം ചെയ്യണം, എങ്ങനെ പ്രചാരം ചെയ്യും? തിരിച്ചു ചോദിച്ചു. അപ്പൊ രാജേശ്വരാനന്ദ സ്വാമി പറഞ്ഞു, ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിൽ വെച്ച് ഞാൻ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകും. ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയണ പോലെ ചാർട്ടേഡ് ട്രെയിൻ വെച്ച്, സ്പെഷ്യൽ ട്രെയിൻ വെച്ച് എല്ലായിടത്തും കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാ പല ആളുകളും ഒരു കള്ളസ്വാമിയാർ വരണമെന്ന് പറയും, വെറുതെ വേഷം കെട്ടിയാണെന്ന് പറയും. അവരെയൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കോ? നിങ്ങൾ എങ്ങനെ, ഹൗ ആർ യു ഗോയിങ് ടു കൺവിൻസ് ദം? നമ്മളുടെ ഈ ബ്രഹ്മവിദ്യ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ തിരിച്ചു ചോദിച്ച ഉത്തരം പറയാൻ വയ്യ. അപ്പൊ രാജേശ്വരാനന്ദ സ്വാമി ചോദിച്ചു, ആട്ടെ ഭഗവാൻ, ശരി, പ്രചാരം ചെയ്യണം, ഈ സത്യം എങ്ങനെയെങ്കിലും ലോകത്തിൽ അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, എങ്ങനെ പ്രചാരം ചെയ്യും എന്ന് മഹർഷിയോട് തിരിച്ചു ചോദിച്ചു. അപ്പൊ ഭഗവാൻ, പ്രചാരം ചെയ്യണം. എങ്ങനെ പ്രചാരം ചെയ്യണം എന്ന് വെച്ചാൽ, ഈ പ്രചാരം ചെയ്യണം എന്ന് ഒരാൾ വിചാരിക്കണുണ്ടല്ലോ, ആഗ്രഹിക്കണുണ്ടല്ലോ, ആ ആഗ്രഹത്തോടുകൂടെ ആ ആഗ്രഹിക്കണവൻ ആര് എന്ന് വിചാരം ചെയ്ത് ആ ആഗ്രഹിക്കണവനായ ആ വ്യക്തി അവിടുന്ന് ഇല്ലാതായാൽ തനിയെ പ്രചാരമാകും. ആ ആഗ്രഹിക്കണ വ്യക്തി, അഹങ്കാരം അവിടുന്ന് നിശേഷ അസ്തമിച്ചാൽ അയാളിലൂടെ തനിയെ പ്രചാരം ലോകത്തിൽ നടക്കും. ഇതിപ്പോ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രചാരം നമുക്ക് വിശ്വാസമാവില്ല. നമുക്ക് പടപടാന്നുള്ള പ്രചാരത്തിലാണ് വിശ്വാസം. പക്ഷെ ഈ പടപടപടപടാന്ന് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് അവരുള്ളവരെ കുറെ ബഹളം കൂട്ടിയിട്ട് പോയി പോകും. ഈ സൈലന്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, അത് അനന്തമായ കാലയളവുകളിലേക്ക് അങ്ങനെ കാലം കഴിയും തോറും പെരുത്തു വരും. നമുക്ക് ഇപ്പൊ മഹർഷിയുടെ ടീച്ചിങ് അങ്ങനെ ലോകം മുഴുവൻ വലിയ പ്രസിദ്ധമായിട്ട് അവരുടെ കാലത്തിൽ പ്രചാരം ചെയ്ത ആളുകളൊക്കെ പോയി. അവരുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും പോയി. അവരുണ്ടാക്കിയ പ്രചാരത്തിന്റെ മെത്തേഡ്സും ഒക്കെ പോയി. പക്ഷെ ഒന്നും ചെയ്യാതെ ഒരിടത്ത് ഇരുന്ന മഹർഷി ഇന്ന് ആശ്രമത്തിലുള്ളവർക്ക് ഇപ്പൊ സങ്കടമാണ്, ഇത്രയൊന്നും തിരക്ക് വേണ്ട എന്ന് പറയാ ആള്. വരാതിരുന്നാൽ നന്നായിരുന്നു എന്നാണ്. എന്നാലും ആളുകൾ വരുന്നു, പുസ്തകങ്ങൾ ഇങ്ങനെ. എന്താ വേണമെങ്കിൽ ഈ വിദ്യ തനിയെ അങ്ങോട്ട് പടർന്നു പിടിച്ചോ. പക്ഷെ പതുക്കെ ആവുള്ളൂ. പ്രകൃതിയിൽ എല്ലാം പതുക്കെയാണ്. ഒരു ചെടി മുളച്ചു വരുന്നത് പതുക്കെയാണ്, ഓരോ വസ്തുക്കൾ ഉണ്ടാവുന്നത് പതുക്കെയാണ്, ഒക്കെ പതുക്കെയാണ്. ആ പതുക്കെ ഉള്ളതാണ് ശാശ്വതമായിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ രാജേശ്വരാനന്ദ സ്വാമി വേറെ ഒരു ടെക്നിക്ക് എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, ഹരിദ്വാറിൽ ഗംഗ എങ്ങനെ ഒഴുകണു അറിയോ? അത് കാണാൻ നമ്മൾക്കൊരു ഭാഗ്യം വേണ്ടേ? ആ ഗംഗയുടെ പ്രവാഹം അതൊന്ന് പോയി കാണേണ്ടതാണ്. കുത്തിയൊലിച്ചു വരുന്ന ഗംഗ, അത് കാണാനായിട്ട് ഭഗവാനെ ഞാൻ സ്പെഷ്യൽ ട്രെയിനിൽ കൊണ്ടുപോവാം, ഹരിദ്വാർ കാണാനായിട്ട് കൂട്ടിക്കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, എന്നാ പോയി? ഹരിദ്വാറില് ഭൂമി, ജലം, அக்னி, வாயு, ஆகாசம் இப்படி இருக்கிற 5 பூதங்களை தவிர 6வது ஏதாவது பூதம் இருக்கோ? പഞ്ചഭൂതങ്ങൾ അല്ലാതെ 6ാമത് ഏതെങ്കിലും ഒരു എലമെന്റ് ഹരിദ്വാറിൽ സ്പെഷ്യലായിട്ടുണ്ടോ? എന്നുവെച്ചാൽ നമ്മൾ സ്വരൂപത്തിന്റെ ആനന്ദം, സ്വരൂപത്തിന്റെ സൗന്ദര്യം കണ്ടാൽ ശ്രുത്വാഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ എന്ന രുക്മിണി. ഭുവനസുന്ദരൻ ആരാണ്? അന്തരാത്മാവായ ഭഗവാനാണ്. അത് ആ സൗന്ദര്യത്തിനെയാണ് രുക്മിണി വർണ്ണിക്കുന്നത്. അത് അകമയ്ക്ക് വന്നാൽ അംഗതാപം ഹരതാം എന്നാണ്. ശരീരത്തിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന താപമേ പോയിപ്പോവും. അങ്ങനെ ഭുവനസുന്ദരനായ അന്തരാത്മാ അകമയ്ക്ക് പ്രകാശിച്ചാൽ ഇനി പുറത്തെന്ത് സൗന്ദര്യം കാണും?
അന്തരാത്മാവിന്റെ സൗന്ദര്യം. അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ ഭഗവാൻ പറയണു, അരുണാചലത്തിന്റെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ പുറമേക്കുള്ള സൗന്ദര്യത്തിൽ യാതൊന്നിലും ഭ്രമിക്കില്ല. ആ അരുണാചലത്തിന്റെ സൗന്ദര്യം എന്ന് വെച്ചാൽ എന്താ? സ്വരൂപത്തിന്റെ സൗന്ദര്യം. ആചാര്യസ്വാമികൾ അനാത്മശ്രീ വിഗ്രഹണം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. ആ കൃതി എഴുതാൻ കാരണം പറയണത്, പത്മപാദര്, സുരേശ്വരർ ഇവരൊക്കെ കൂടെ, ഈ ശിഷ്യന്മാരൊക്കെ ആയിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ സഞ്ചരിക്കുമ്പോ ഇവരൊക്കെ വളരെ ഉയർന്ന യോഗികളായിരുന്നു ശിഷ്യന്മാര്. അവരൊക്കെ തന്നെ ആ ഹിമാലയത്തിലുള്ള സൗന്ദര്യം കണ്ടിട്ട് ഭ്രമിച്ച് നിൽക്കുക. അതൊക്കെ ബ്രഹ്മമയമാണ് എന്നുള്ള അനുഭവത്തോടെ കണ്ടാ വേണ്ടില്ല, കുഴപ്പമില്ല. പക്ഷേ ദൃഷ്ടി പുറമേക്ക് പോയാൽ, ഹിമാലയം വിട്ടുപോയാൽ ദുഃഖമാവും. നമ്മുടെ പുറമേ ഉള്ള ഒന്നും ശാശ്വതമല്ലേ. കുറെ കഴിഞ്ഞാൽ ഹിമാലയത്തിലല്ല, ഇപ്പൊ മാനസ സരസിലേക്കും കൈലാസിലേക്കും ധാരാളം ആളുകൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ എന്തൊരു സൗന്ദര്യം പറഞ്ഞ് നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആയാൽ നാളെ ആ മാനസ സരസിന്റെ മുമ്പിൽ തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ കിട്ടും. നമ്മുടെ ആളുകളൊക്കെ ചെയ്യും. എല്ലാ സൗന്ദര്യത്തിനെയും പുറമേക്ക് നശിപ്പിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ദുഃഖത്തിന് കാരണമാവും. അപ്പൊ ഹിമാലയത്തിലുള്ള ആ സൗന്ദര്യം കണ്ട് രമിച്ചു നിന്നുപോയവരോട് ആചാര്യസ്വാമികൾ ബോധിപ്പിച്ചതാത്രേ അനാത്മശ്രീ വിഗ്രഹണം. സൗന്ദര്യം ഉള്ളിലുള്ള സ്വരൂപത്തിലാണ്. പുറമേക്കുള്ള ഒരു സൗന്ദര്യത്തിനെയും നമുക്ക് ശാശ്വതമായിട്ട് കണ്ട് ആസ്വദിക്കാനോ വെച്ചുകൊണ്ടിരിക്കാനോ സാധ്യമല്ല എന്ന് ബോധിപ്പിക്കാനാണത്രേ ഈ കൃതി രചിച്ചത്. അനാത്മശ്രീ വിഗ്രഹണം എന്ന് പറഞ്ഞു. ആത്മാവിലല്ലാതെ വേറെ ഒരിടത്തും സൗന്ദര്യം കാണാൻ പാടില്ല എന്നാണ്. പുറമേക്ക് കാണുന്ന സൗന്ദര്യം ഒക്കെ തന്നെ ആത്മാവിന്റെ സൗന്ദര്യത്തിന്റെ ഒരു പ്രതിബിംബമാണ്, റിഫ്ലക്ഷനാണ്. അതുകൊണ്ടാണ് അല്പമൊക്കെ ഒരു ബ്രഹ്മനിഷ്ഠ, ഒരു ജ്ഞാനനിഷ്ഠ ഉണ്ടായ ശേഷം ഹിമവത് ഭൂമിയിൽ നടന്നാൽ അവർക്ക് ആ സഞ്ചാരമൊക്കെ അനുഭൂതിയായിരിക്കും. അല്ലെങ്കിൽ പുറമേ നമ്മള് നേച്ചറുടെ ബ്യൂട്ടി, മെനക്കെട്ട് കൈലാസ് വരെ പോയിട്ട് വന്നിട്ട് ആളുകൾ നേച്ചറുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് വരും. ശാശ്വതമായി നിൽക്കില്ല ആ അനുഭവം. അപ്പോ ആ അനുഭവത്തിനെ ശാശ്വതമായി നിർത്തണമെങ്കിൽ സദാ സ്വരൂപത്തിൽ നിൽക്കണം, ആത്മനിഷ്ഠ. അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. നമ്മളിലിരിക്കണം എന്നാണ്. നമ്മളിലാണ് ഇരിക്കുന്നത്, ശരീരത്തിലോ പ്രപഞ്ചത്തിലോ അല്ല. നമ്മളുടെ അനുഭവം എങ്ങനെയെന്ന് വെച്ചാൽ, പ്രപഞ്ചമുണ്ട്, പ്രപഞ്ചത്തിൽ ശരീരം ഇരിക്കുന്നു, ശരീരത്തിൽ ഞാനിരിക്കുന്നു. വേദാന്തികൾ പറയണു, ഞാൻ എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു വിചിത്ര ശക്തി പൊന്തുന്നു. ആ ശക്തി ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതിനെ സങ്കല്പിച്ച് പുറത്തേക്ക് തള്ളുന്നു. ആ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് വിജൃംഭണമായി പ്രപഞ്ചത്തിനെ മുമ്പിൽ കാണിക്കണം. ചിത്രം, ഫിലിം. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീതുല്യം. കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെ, കണ്ണാടിയിൽ കാണുന്ന പോലെ പ്രപഞ്ചം രൂപത്തിൽ പരിണമിച്ച് അന്തരാത്മാ തന്നെ കാണും. അപ്പോ ഈ ശ്രദ്ധ എവിടെ വേണം? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ വേണം. ഞാൻ ഉണ്ട്, ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ കാണാം, അതാണ് നമ്മളുടെ ഇരിപ്പിടം. അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് ബോധസ്വരൂപമാണ്, അത് പ്രകാശസ്വരൂപമാണ്, അത് ആനന്ദസ്വരൂപമാണ്. അതിൽ ഉറപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരിക്കലും മാറാത്ത ഒരു സ്ഥിതി ഉണ്ട്. അതിൽ ശാന്തി എന്നുള്ള രസം ഉണ്ട്. അതിൽ ഇതര വസ്തുക്കൾ കൊണ്ടുള്ള ബാധയില്ല. അത് ഒരു വിധത്തിലുള്ള വികാരങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാതെ, വികാരങ്ങളൊക്കെ അലയടിക്കുമ്പോഴും ബാധിക്കപ്പെടാത്ത ഒരു ഐലൻഡ് പോലെ നമ്മളുടെ ഹൃദയത്തില് അത് നമുക്ക് സിദ്ധമാണ്. അത് നല്ല സ്തംഭം പോലെ ഉറപ്പുള്ള വസ്തുവാണ്. നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന. അത് അചലമാണ്. അതിനെ ആശ്രയിച്ചും കൊണ്ട് പുറമേക്ക് വ്യവഹരിച്ചാൽ ബഹിപ്പിച്ചാഗ്രതരളാഹ അന്തർമേരുരിവസ്ഥിതാഹ. പുറമേക്ക് മയിൽപീലി പോലെ ചഞ്ചലമാണെങ്കിലും അകമേക്ക് മേരുപർവ്വതം പോലെ ഉള്ള ഉറപ്പ്, അത് നമ്മളുടെ സ്വരൂപമാണ്. അപ്പൊ അതിനെ കാണണമെങ്കിൽ, അതിനെ അറിയണമെങ്കിൽ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്യണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്? ഒരു തൈലധാര പോലെ
വ്യവഹരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഹൃദയത്തിൽ ഈ വിചാരം ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ ഉണ്ട് എന്ന് തോന്നണമല്ലോ. എന്താണ് എന്റെ സ്വരൂപം? ഈ ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ആരാണ് ചിന്തിക്കുന്നത്? എത്രയോ ചിന്തകൾ പൊന്തുന്നു. ഇതൊക്കെ ആർക്ക് സംഭവിക്കണം? ഞാൻ കണ്ണു തുറക്കുമ്പോൾ ആര് കണ്ണിലൂടെ കാണുന്നു? ചെവിയിലൂടെ ആര് ശബ്ദം കേൾക്കുന്നു? മൂക്കിലൂടെ ആര് മണക്കുന്നു? നാവിലൂടെ ആര് രുചിക്കുന്നു? ത്വക്കിലൂടെ ആര് സ്പർശിക്കുന്നു? രാത്രി ഉറങ്ങുമ്പോ അനേക സ്വപ്നങ്ങളെ ഉണ്ടാക്കി ആര് രസിച്ച് അനുഭവിച്ച് വികാരപ്പെട്ട് ഒക്കെ ചെയ്യുന്നു. യസ്സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിതാഃ സർവേ തതുനാത്യേതി കശ്ചന ഏതദ്വൈ തത്. കഠോപനിഷത്തില് യമൻ പറഞ്ഞു കൊടുക്കാണ്, നചികേതസേ, ശരീരം ഉറങ്ങുമ്പോഴും അകമേക്ക് ഉണർന്നിരുന്ന് അനേക സ്വപ്നങ്ങളെ ഉണ്ടാക്കി സങ്കല്പങ്ങളെ ഉണ്ടാക്കി ആര് കാണുന്നു? അവൻ തന്നെയാണ് ഈ വിശ്വസ്രഷ്ടാവ്. അവൻ തന്നെയാണ് വിശ്വത്തിന് അധിഷ്ഠാനം. അവൻ തന്നെയാണ് വിശ്വമായി പെരുത്തു കാണുന്ന വസ്തു. യസ് സുപ്തേഷു ജാഗർത്തി. ശരീരം സുപ്തം, അതേസമയം അകമേക്ക് ജാഗരണം. യസ് സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ. അനേക ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നു. തദേവ ശുക്രം, അത് അതീവ ശുദ്ധമായ വസ്തുവാണ്. തദ് ബ്രഹ്മ, അത് തന്നെ ബ്രഹ്മം. തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവ അമൃതമുച്യതേ, അത് തന്നെ മരണമില്ലാത്ത ബോധവസ്തു. തസ്മിൻ ലോകാഹ ശ്രിതാഹ സർവേ, ആ വസ്തുവിൽ ലോകം മുഴുവൻ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു. തതുന അത്യേതി കശ്ചന, അതിനെ ആർക്കും കടന്നു പോവാൻ പറ്റില്ല. ഏതദ്വൈ തത്, നീ ചോദിക്കുന്ന ആ പരമവസ്തു ഇത് തന്നെ, അത് തന്നെ ഇത്. ഒരു ഡോർ, ഒരു വാതിൽ, കവാടം പോലെ, സ്വരൂപാനുഭവ മണ്ഡലത്തിലേക്ക് ഒരു കവാടം പോലെയാണ് സ്വപനാത്മാവിനെ കാണിച്ചു തരുന്നത്, സൂക്ഷ്മ ശരീരത്തിനെ. അതിലൂടെ കടക്കൂ എന്ന് പറയാണ്. അപ്പൊ അവിടെ ബോഡിയിൽ നിന്നും ശരീരത്തിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്ക് കാണപ്പെടുന്നു സ്വപ്നത്തില്. അവിടെ നിന്ന് അടുത്ത പടിക്ക് കടന്നാൽ സുഷുപ്തി. സുഷുപ്തിയിലും ഒരു എക്സിസ്റ്റൻസ് കാണപ്പെടുന്നു. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ. ഞാൻ സുഖമായി ഉറങ്ങി, സുഖമായി ഇരുന്നു. ഇരിപ്പുണ്ട് അവിടെ, അസ്തിത്വം ഉണ്ട്, ഉണ്മ ഉണ്ട്. ആ ഉണ്മ സ്വരൂപമായി സുഷുപ്തിയിലും ഏതൊരു ഞാൻ ഉണ്ടോ ആ ഞാൻ സ്വപ്നത്തിലും ജാഗ്രതത്തിലും വ്യഭിചരിക്കാതെ നിൽക്കണം. സുഷുപ്തിയിലുള്ള ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിലുള്ള ആള് തന്നെയാണ് ജാഗ്രതത്തിൽ ഇപ്പൊ ഇരിക്കുന്നത്. ജാഗ്രതത്തിൽ ശരീരമുണ്ട്, പക്ഷെ സ്വപ്നത്തിൽ ശരീരമില്ല, മനസ്സ്. ജാഗ്രതത്തിൽ ശരീരവും മനസ്സുമുണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തിൽ ശരീരം കാണാനില്ല, മനസ്സ് പ്രവർത്തിക്കണോ, ഞാനുണ്ട്. സുഷുപ്തിയിൽ ശരീരവും മനസ്സും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട്, കേവലാനുഭവസ്വരൂപമായി ഉണ്ട്. അപ്പൊ ഞാൻ ആരാണ്? എന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് പറയണമല്ലോ. ശരീരം പരിണമിച്ചു, മനസ്സ് പരിണമിച്ചു, എല്ലാം പരിണമിക്കുമ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു ജ്യോതിസ്, ഒരു തേജഃപുഞ്ചം, ഒരു അഭൗമമായ തേജഃപുഞ്ചം ഇതിനു പുറകിൽ ഒളിഞ്ഞുകിടക്കുന്നു. ആ അലൗകികമായ സത്ത, സ്വയം പ്രകാശ വസ്തുവാണ് ഞാൻ. അത് തന്നെ ശിവം, അത് തന്നെ ഭഗവത് സ്വരൂപം, അത് തന്നെ അരുണാചലം എന്ന് മഹർഷി പറയണത്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല.